ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് സെമസ്റ്ററിലെ സ്റ്റുഡൻസിനുള്ള അടുത്ത യൂണിറ്റ്, അതായത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റും അനാട്ടമിയും ഫിസിയോളജി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഴയ വീഡിയോസ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സിസ്റ്റംസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വേണമെങ്കിൽ ഞാൻ പുതിയ ക്ലാസ്സസ് ഒന്നും വേണമെങ്കിൽ അത് ഫസ്റ്റ് യൂണിറ്റ് എടുത്തു തരാം. പക്ഷെ ഇപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മൾ അനാട്ടമിയും ഫിസിയോളജിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു. അടുത്തിപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൈക്കോളജിയും സോഷ്യോളജിയും ഓൾറെഡി എടുത്ത ക്ലാസ്സുകളെല്ലാം ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാം, കണ്ടു പഠിക്കാം. അതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ ഇനി അതിന്റെ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതായത് നിങ്ങളുടെ 10 മാർക്ക് എസ് എ, 5 മാർക്ക് എസ് എ, 2 മാർക്ക് ഷോർട്ട് ആൻസർ ഒക്കെ ചോദിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അതല്ലെങ്കിൽ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റം എന്ന് പറയും. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ബേസിക് അതിന്റെ ഈ അനാട്ടമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ സ്ട്രക്ചർ ആണ് പഠിക്കുന്നത്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഏതൊക്കെ ഓർഗൻസ് വരുന്നുണ്ട്, അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അത് ഏതൊക്കെ ഓർഗൻസിന് അടുത്തായിട്ടാണ് കാണുന്നത്, അതിന്റെ പാർട്സുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു അനാട്ടമിയിൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഫിസിയോളജി പഠിക്കുമ്പോൾ ഈ ഓരോ ഓർഗൻസിനകത്തും എന്തൊക്കെ പ്രോസസ്സുകളാണ് നടക്കുന്നത്, എന്തൊക്കെ സെക്രീഷൻസ് ആണ് ഉണ്ടാകുന്നത്, അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതെല്ലാമാണ് ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് ഓർഗൻസ് ആണ് നമ്മൾ ഫിസിയോളജിയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി പല കോളേജസിലൊക്കെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പല കുട്ടികൾക്കും റിക്വസ്റ്റ്, കാരണം അവർക്ക് ക്ലാസ്സുകളൊന്നും നന്നായിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്ന ക്ലാസ്സുകളൊന്നും മനസ്സിലാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോരോ സിസ്റ്റംസ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാവരും, എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതിപ്പോൾ എൻ്റെ ചാനൽ കണ്ട് തന്നെ പഠിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്, ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാം, അല്ലെങ്കിൽ മറ്റേത് ടീച്ചേഴ്സുകൾ പഠിപ്പിക്കുന്നതാണെങ്കിൽ അതൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതാണെങ്കിൽ ഞാൻ അത് നോക്കാം. ഏത് തന്നെയായാലും നിങ്ങൾ സിലബസ് ബേസ്ഡ് ആയിട്ട്, അതായത് ഈ അവസാന നിമിഷം ആകുമ്പോൾ നിങ്ങൾ ആ ക്ലാസ് വേണം, ഈ ക്ലാസ് വേണം, അത് മനസ്സിലായില്ല, ഇത് മനസ്സിലായില്ല, ഇതൊന്നും മൊത്തത്തിലൊന്ന് ചുരുക്കി പറയും, അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എടുത്തു തീർക്കാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല നമ്മുടെ നഴ്സിംഗിന്റെ സിലബസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഒരു ഫെബ്രുവരി മാർച്ച് സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് ആ ഒരു ഡെഡ് ലൈൻ വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് പോർഷൻസ്, 4 സബ്ജക്ട്സേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്ന പോർഷൻസേ ഉള്ളൂ. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഡെയിലി നിങ്ങളുടെ റൈറ്റിംഗ് വർക്ക്സ്, പോസ്റ്റിങ്സ്, ക്ലാസ് വർക്ക് ഒക്കെ ഉണ്ടാകും. ഒപ്പം നിങ്ങൾ ഒരു മിനിമം 1 മണിക്കൂർ എക്സാമിന് വേണ്ടി, ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോഴേ 1 മണിക്കൂർ നിങ്ങൾ പഠിക്കണം. അതിപ്പോൾ നിങ്ങൾക്ക് ഉച്ച സമയത്താണോ വൈകിട്ടാണോ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട്, കംഫർട്ടബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് സമയം. പക്ഷെ നിങ്ങൾ സിലബസ് അനുസരിച്ച് ഫൈനൽ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ, ഫൈനൽ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന പോർഷൻ ഇന്ന് പഠിച്ചു എന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡയറി നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ഓരോ പോർഷൻസ് പഠിച്ച് തന്നെ പോവുക. എല്ലാം കൂടെ അവസാനത്തേക്ക് ഇട്ടേക്കരുത്. എന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കുക. അങ്ങനെ മാത്രമായിട്ടൊന്നും നല്ല മാർക്ക് കിട്ടത്തില്ല. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാം നമുക്ക് നല്ല മാർക്ക് കിട്ടും, പാസ്സാകും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ജസ്റ്റ് നമുക്ക് നല്ല ഡീപ്പ് നോളജിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ കമന്റ്സ്, സജഷൻസ് ഒക്കെ എഴുതുക. കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ചാനൽ യൂസ്ഫുൾ ആണ് തോന്നുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് വേണ്ട ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഈ ക്ലാസ് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ മറന്നു പോയത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയും വേണം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് അനാട്ടമി ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ നമ്മൾ ആദ്യം അനാട്ടമി പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിന്റെ തുടർച്ചയായിട്ട് അടുത്ത് ഫിസിയോളജി നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ അനാട്ടമിയിലെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും പിന്നെ എൻ്റെ ഓറൽ ക്യാവിറ്റി, ഫസ്റ്റ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഓറൽ ക്യാവിറ്റി ആണ്. അപ്പോൾ ഓറൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ലിപ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ചീക്കിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ടീത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, പാലേറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ടങ്കിനെ കുറിച്ച്. ഇത്രയും വരുമ്പോഴാണ് ഓറൽ ക്യാവിറ്റി എന്നുള്ളൊരു പാർട്ട് ആകുന്നത്. അപ്പൊ ഇതിൽ തന്നെ സെപ്പറേറ്റ് നമ്മുടെ ടങ്ക് എന്ന് പറയുന്നത് വീണ്ടും ഒരു 5 മാർക്കിന്റെ എസ്സേ ആണ്. പാലേറ്റ് എന്ന് പറയുന്നത് 5 മാർക്കിന് ചോദിക്കാറുണ്ട്, 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ടീത്ത് 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടങ്കും 1 മാർക്ക് ക്വസ്റ്റ്യനകത്ത് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ലിപ്സും ചീക്സും അങ്ങനെ അധികം അങ്ങനെ ചോദിക്കാറില്ല. എന്നാൽ ഓറൽ ക്യാവിറ്റി ഒന്ന് ഒരു 5 മാർക്കിന് ചോദിച്ചാൽ
നിങ്ങൾ ഇതെല്ലാം ലിപ്സും ചീക്കും ടീത്തും പാലറ്റും ടങ് ഇതെല്ലാം ഓൾ ടുഗദർ ചേർത്താണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇന്ന് ഇതാണ് നമ്മൾ പോർഷൻ പഠിക്കാൻ പോകുന്നത്. അടുത്ത് ഫാരിങ്സ്, ഫാരിങ്സ്, പിന്നെ ഈസോഫാഗസ്, അങ്ങനെ തുടർന്ന് താഴോട്ടുള്ള ഓർഗൻസിലോട്ട് പോകും. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഇവിടെ കാണുന്ന നിങ്ങളുടെ ഓർഗൻസ്, നമ്മുടെ മൗത്ത് തുടങ്ങി ഈ ഏനസ് വരെ വരുന്ന എല്ലാ ഓർഗൻസും നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ സിലബസ്, ദ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇത് അനാട്ടമിയുടെ സിലബസ് ആണ് കേട്ടോ. അനാട്ടമിയുടെ സിലബസ് നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്നത് സ്ട്രക്ചർ ഓഫ് എലിമെന്ററി കനാൽ. എലിമെന്ററി കനാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ. ഓക്കെ, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ കനാൽ. ഓക്കെ, ഇൻഡസ്റ്റൈനൽ സിസ്റ്റം. ഓക്കെ, ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ സ്ട്രക്ചർ ഓഫ് എലിമെന്ററി കനാൽ ആൻഡ് ആക്സസറി ഓർഗൻസ് ഓഫ് ഡൈജഷൻ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്ക് മൗത്ത് മുതൽ ഏനസ് വരെയുള്ള ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെയാണ് എലിമെന്ററി കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ചുരുങ്ങിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരു പൈപ്പ് പോലെയാണ്. അത് കൂടാതെ ഈ എലിമെന്ററി കനാലിനെ ഹെൽപ്പ് ചെയ്യുന്ന ചില ഓർഗൻ, അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയും. ചില ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സസറി ഓർഗൻസ് എന്ന് പറയുന്നത്. എന്താന്ന് പറയുന്നത്? ആക്സസറി ഓർഗൻസ്. ഓക്കെ, ഈ ഓർഗൻസിന്റെ എല്ലാം സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ് ഇതിൽ നമുക്ക് നഴ്സിംഗിൽ അത് ജസ്റ്റ് എന്തൊക്കെയാണ്, ചിലപ്പോൾ എന്തൊക്കെ അബ്നോർമാലിറ്റി, സ്ട്രക്ചറൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, അങ്ങനെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻസ് വരാറില്ല. സ്റ്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ അതിനകത്ത് പഠിക്കാനുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്ത്, ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ ഇൻ നഴ്സിംഗ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അനാട്ടമിയുടെ സിലബസ്. സിലബസ് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇത് വെച്ച് നോട്ട് ചെയ്യുക. ഇത് ഫിസിയോളജിയാണ്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫിസിയോളജിയുടെ സിലബസ് ആണ്. അപ്പൊ ഇതിനകത്ത് കുറെ ഫങ്ഷൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ദ ഓർഗൻസ് ഓഫ് ഡൈജസ്റ്റീവ് ട്രാക്ട്. അതായത് ഈ ഒരു പോയിന്റ് നമ്മൾ അനാട്ടമി പഠിക്കുമ്പോൾ അതിനൊപ്പമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോൾ അനാട്ടമി പഠിപ്പിക്കുന്നതിന്റെ കൂടെയാണ് പഠിപ്പിക്കുക. അതായത് നമ്മൾ ഇപ്പം ഓറൽ ക്യാവിറ്റി പഠിക്കുമ്പോൾ അതിനകത്ത് ടീത്തിന്റെ ഫങ്ഷൻസ് എന്താണ്, ടങ്ങിന്റെ ഫങ്ഷൻസ് എന്താണ്, സ്ട്രക്ചർ പഠിപ്പിച്ച് അതിന്റെ താഴെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഫിസിയോളജിയുടെ ഈ പോയിന്റ് നമ്മൾ അനാട്ടമിയുടെ സ്ട്രക്ചറിനൊപ്പം തന്നെ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് ഫിസിയോളജിയിൽ വന്നാലും ആ പോയിന്റ്സുകൾ എഴുതാം, ഇനി അനാട്ടമിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ആ പോയിന്റ്സ് ആഡ് ചെയ്ത് എഴുതാവുന്നതാണ്. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ഫിസിയോളജിയിൽ പഠിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓറൽ ക്യാവിറ്റി പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഓറൽ ക്യാവിറ്റിക്കകത്ത് എന്തുണ്ട്? സെക്രീഷൻ ഉണ്ട്, സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രൊഡക്ഷൻ, ഇറ്റ്സ് എ പ്രോസസ്, ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ അത് നമ്മൾ ഫിസിയോളജിയിലാണ് പഠിക്കുന്നത്. സലൈവയുടെ കമ്പോസിഷൻ, അതിന്റെ പ്രൊഡക്ഷൻ, അതിന്റെ റെഗുലേഷൻ, അതിന്റെ ഫങ്ഷൻസ്, അതെല്ലാം സെപ്പറേറ്റ് നമ്മൾ പഠിക്കും. ഒപ്പം തന്നെ മറ്റു ഓർഗൻസ് ആയിട്ടുള്ള സ്റ്റൊമക്കിൽ നിന്നുള്ള ഗാസ്ട്രിക് ജ്യൂസിന്റെ സെക്രീഷനും അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ മെക്കാനിസവും അതിന്റെ റെഗുലേഷനും ഒക്കെ നമ്മൾ പഠിക്കും. അടുത്ത പാങ്ക്രിയാസിന്റെ സ്ട്രക്ചർ നമ്മൾ അനാട്ടമിയിൽ പഠിക്കും. അതിൻ്റെ നിന്നുള്ള പാങ്ക്രിയാറ്റിക് ജ്യൂസിന്റെ സെക്രീഷൻ, പാങ്ക്രിയാറ്റിക് സെക്രീഷൻസിനെ കുറിച്ച്, അതിന്റെ കമ്പോസിഷൻസിനെ കുറിച്ച്, അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ച്, അതിന്റെ റെഗുലേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. അതുപോലെ ലിവറിന്റെ ഫങ്ഷൻസും ഗോൾ ബ്ലാഡറിന്റെയും പാങ്ക്രിയാസിന്റെയും ഫങ്ഷൻസ്, അതിനെന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട്, ബൈലിന്റെ കമ്പോസിഷൻ എന്താണ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അങ്ങനെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ള മറ്റു ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഫിസിയോളജിയിൽ പഠിക്കും. അപ്പൊ നമ്മൾ ഇതിവിടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അനാട്ടമിയാണ്. ഒപ്പം നമ്മൾ അനാട്ടമിയിൽ സ്ട്രക്ചറിനൊപ്പം തന്നെ അതിന്റെ ചെറിയ കുറച്ച് ഫങ്ഷൻസ് കൂടെ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് പോകും. ഓക്കെ, അപ്പൊ നമ്മളിത് വളരെ ചുരുക്കിയല്ല ക്ലാസ്സുകൾ എടുക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്, അത് മറന്നു പോകരുത്. അപ്പൊ സമയമെടുക്കും, ബട്ട് ഐ വിൽ ടേക്ക് ക്ലാസ് ഡീറ്റെയിൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണുമ്പോൾ ഈവൻ നിങ്ങൾ മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ പോയിന്റ്സും ഇതിനകത്ത് നിന്ന് കിട്ടും, ഈവൻ വൺ വേർഡ് ഉൾപ്പെടെ. ഓക്കെ, എല്ലാ പോയിന്റ്സും ഞാൻ ഇതിനകത്ത് കവർ ചെയ്യുന്നതിന് ടൈം എടുത്ത് നിങ്ങൾ കണ്ട് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. ഓക്കെ, ഡൈജസ്റ്റ് സിസ്റ്റം ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പൊ ഇത് വലിയൊരു കുറേ റൈറ്റിംഗ്സ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കുമെന്ന് ഇവിടെ. ഇതിനകത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോയിന്റ്സ് മാത്രം ജസ്റ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഈസിയസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് the digestive system is to divide its organ into two main category. അതായത് പ്രധാനമായിട്ടും നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് രണ്ട് തരത്തിൽ എന്നല്ല, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ പാർട്ടുകളെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
ഒന്ന് ആദ്യത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നമ്മുടെ എലിമെന്ററി കനാലും രണ്ടാമത്തത് അക്സസറി ഓർഗൻസും ആണ്. ക്ലിയർ? Okay, first part is alimentary canal and the second part is accessory digestive organs. These two parts together makes digestive system. Clear ayo? Okay, comprise the second group and are critical for orchestrating the breakdown of food and the assimilation of its nutrients into the body. എന്താണ് അലിമെന്ററി കനാലിൽ ആക്സസറി ഓർഗൻസിന്റെ ഫംഗ്ഷൻ? അതായത് നമ്മുടെ അലിമെന്ററി കനാൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓറലി ഫുഡ് എടുക്കുന്നു, അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നു, ചൂ ചെയ്യുന്നു, ഗ്രൈൻഡ് ചെയ്യുന്നു, സ്വോളോ ചെയ്യുന്നു, നമ്മുടെ സ്റ്റൊമക്കിലോട്ട് വരുന്നു, അത് കഴിഞ്ഞ് ലാർജ് ഇൻറ്റെസ്റ്റൈനിലോട്ട് പോകുന്നു, സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ട് പോകുന്നു, അത് കഴിഞ്ഞ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ, പിന്നെ ഏനസ് വഴി പുറത്തോട്ടും പോകുന്നു, എക്സ്ക്രീറ്റും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു പാസേജിലൂടെ അല്ലെങ്കിൽ ഈ ഒരു അലിമെന്ററി കനാലിലൂടെ ഫുഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തിനുള്ളിൽ ഇത് നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്യണം. ഇതിനെ മറ്റു പല സെക്രീഷൻസുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും നടന്ന് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസും വാട്ടറും ആവശ്യത്തിനുള്ളതെല്ലാം നമ്മൾ അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ളതാണ് ഏനസ് വഴി പോകുന്നത്. അപ്പൊ ഈ ബാക്കിയുള്ള ഡൈജഷൻസും അബ്സോർഷനും മെറ്റബോളിസവും ഒക്കെ നടക്കണമെങ്കിൽ നമുക്ക് മറ്റു ചില ഓർഗൻസിന്റെ സഹായം വേണ്ടി വരുന്നു. ആ ഓർഗൻസിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്? ആക്സസറി ഓർഗൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, അലിമെന്ററി കനാൽ ഓർഗൻസ് ഓൾസോ കോൾഡ് ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്ട് ഓർ ഗട്ട്. ഓക്കെ, മറ്റു പേരുകളാണ്. നമ്മുടെ അലിമെന്ററി കനാൽ ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ സിസ്റ്റത്തിന്റെ മറ്റൊരു പേരാണ് എന്താന്ന് പറയുന്നത്? ഗട്ട് എന്ന് പറയുന്നത്. ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട് എന്നോ അല്ലെങ്കിൽ ഗട്ട് എന്നോ അല്ലെങ്കിൽ എലിമെന്ററി കനാൽ എന്നോ പറയാറുണ്ട്. ഇനി ഈ എലിമെന്ററി എന്നുള്ള ഈ അലൈൻമെന്റ് എന്നുള്ള എലിമെന്റ് എന്നുള്ള ഒരു വേർഡ് മീനിങ് എന്ന് പറയുമ്പോൾ ടു നറിഷ് എന്നാണ്. അതായത് ന്യൂട്രീഷ്യസ് ആക്കുക അല്ലെങ്കിൽ നറിഷ് ആക്കുക എന്നുള്ളതാണ് ആ ഒരു വേർഡിന്റെ അർത്ഥം. ഇനി ഈ അലിമെന്ററി കനാലിന്റെ ലെങ്ത് എത്രയാണ്? നമ്മുടെ മൗത്ത് മുതൽ ഏനസ് വരെ നമ്മൾ നിവർത്തി വെച്ചാൽ, ആ ട്യൂബിനെ നമ്മൾ നിവർത്തി വെച്ചാൽ ഏകദേശം ഒരു 7.62 മീറ്റർ നീളം വരും. 1 way 2 അതായത് ബാക്ക് ഫ്ലോ ഇല്ല, താഴോട്ട് മാത്രമേ മൂവ്മെന്റ് വരുന്നുള്ളൂ. ഫുഡിനകത്ത് 7.62 മീറ്റർ ആണ് അതിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം. ഓക്കെ, അത് ഒരു ഏകദേശം 25 ഫീറ്റ് ആണ്. പക്ഷേ അത് നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യവും ജീവനും ഉള്ളപ്പോൾ നമ്മുടെ അലിമെന്ററി കനാലിന്റെ ലെങ്ത് 7.62 മീറ്റർ ഉണ്ടാകും. പക്ഷേ ഒരാൾ മരിച്ചാൽ ആഫ്റ്റർ ഡെത്ത് നമ്മൾ അവരുടെ ഒരു എലിമെന്ററി കനാൽ നിവർത്തി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10.67 മീറ്റർ അല്ലെങ്കിൽ 35 ഫീറ്റോളം ലെങ്ത് വരും. കാരണം എന്ത്? കാരണം നമ്മുടെ ഈ അലിമെന്ററി കനാൽ എന്ന് പറയുന്നത് ഇറ്റ്സ് മേഡ് അപ്പ് ഓഫ് സ്മൂത്ത് മസിൽസ് അല്ലെ. ആ ഒരു സ്മൂത്ത് മസിൽസിന്റെ ടോൺ കാണണം, അതിന്റെ ഒരു ഇലാസ്റ്റിസിറ്റി കാരണം, അതിന്റെ ഒരു സ്ട്രെങ്തൻ കാരണം അതിങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ മരിച്ചു കഴിയുമ്പോൾ ഈ ഒരു ടോൺ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസിന്റെ ഒരു സ്ട്രെങ്ത് അവിടെ നഷ്ടപ്പെടും. അത് കഴിയുമ്പോൾ അതെന്ത് ചെയ്യാം? വളരെ ലൂസായി പോകും. അങ്ങനെ നമ്മൾ ആ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായി മാറും? ലെങ്ത് ഇൻക്രീസ് ചെയ്യും, 10.67 ആയി മാറും. ക്ലിയർ ആയി? നമ്മുടെ ഒരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു റബ്ബറോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നല്ല സ്ട്രെങ്ത് ആയിരിക്കുമ്പോൾ അത് നല്ല നീളം കുറവും, പക്ഷെ അത് ഉപയോഗിച്ച് വരുമ്പോൾ അതിന്റെ ലെങ്ത് കൂടി വരികയും ചെയ്യുന്നു അല്ലെ. സെയിം ഇത് തന്നെയാണ് ജീവനോടുള്ള ആൾക്കാരാകുമ്പോഴത്തേക്ക് 7.62 മീറ്റേഴ്സ് ലെങ്തും മരിച്ചു കഴിയുമ്പോൾ അതൊരു 10.67 മീറ്റർ ഏകദേശം അത് ആ ഒരു ലെങ്തും ആകുന്നു. അതിന് ബിക്കോസ് ഓഫ് ലോസ് ഓഫ് ടോണിസിറ്റി ഓഫ് സ്മൂത്ത് മസിൽസ്. ഓക്കെ, ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ. The main function of the organs of the alimentary canal is to nourish the body. എന്താണ് പ്രധാനമായിട്ട് നമ്മുടെ അലിമെന്ററി കനാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ? നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് നേടിയെടുക്കുക. ഓക്കെ, നറിഷ് ദ ബോഡി, അത് തന്നെയാണ് പ്രധാനമായിട്ട് നമ്മുടെ ഈ അലിമെന്ററി കനാലിന്റെ ഫംഗ്ഷൻ. This tube begins at the mouth and it terminates at the anus. എവിടെ നിന്ന് തുടങ്ങുന്നു? പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. It starts from mouth. ഓക്കെ, നമ്മുടെ വായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏനസ് വരെ വരുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ദാറ്റ് ഈസ് എലിമെന്ററി കനാൽ. ബിറ്റ്വീൻ ദോസ് 2 പോയിന്റ്സ് ദ കനാൽ ഈസ് മോഡിഫൈഡ് ആസ് ദ ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ടു ഫിറ്റ് ദ ഫങ്ഷണൽ നീഡ്സ് ഓഫ് ദ ബോഡി. വാ മുതൽ ഏനസ് വരെ വരുന്ന ഒരു ട്യൂബ് ആണെങ്കിലും ഓരോ റീജിയണിൽ ആ ട്യൂബിന് അറിയപ്പെടുന്ന പേര് മറ്റോരോന്നാണ്.
നമ്മുടെ ത്രോട്ട് കഴിയുമ്പോൾ ത്രോട്ടിൽ എന്ത് പറയുന്നു, അതിനെ ഫാരിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിന് കഴിഞ്ഞിട്ടുള്ള ചെറിയ ട്യൂബിനെ എന്ത് പറയുന്നു, ഈസോഫാഗസ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞൊരു പൗച്ച് ലൈക്ക് സ്ട്രക്ചറായി മാറുന്നു, അതിനെ സ്റ്റൊമക്ക് എന്ന് പറയുന്നു. അതിനുശേഷം മടക്കും ചുരുക്കുമുള്ള നീളം കൂടിയ ഒരു കുഴല് പോലെ രൂപപ്പെടുന്നു, അതിനെ സ്മോൾ ഇൻഡസ്റ്റൈൻ എന്നും. അത് കഴിഞ്ഞാൽ അതുപോലെയുള്ള ട്യൂബ് ചെയ്യാൻ ഇച്ചിരി വീതി കൂടി നീളം കുറഞ്ഞു വരുന്നു, അതിനെ ലാർജ് ഇൻഡസ്റ്റൈൻ എന്നും പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് ഏനസിൽ എൻഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോ റീജിയനിലും ഇതിന് ഓരോ പേരുകളാണ് പറയുന്നത്. ഓക്കെ, മൗത്തും ഏനസും എന്ന് പറയുമ്പോൾ അതൊരു ഓർഗൻ ആയിട്ട് നമ്മൾ പറയാൻ പറ്റത്തില്ല. കാരണം മൗത്ത് എന്ന് പറയുമ്പോൾ അതൊരു എക്സ്റ്റേണൽ എൻവറോൺമെന്റുമായിട്ട് കോൺടാക്ട് ആണ്. ഏനസും ഇറ്റ് ഓൾസോ ഗിവിംഗ് ഓപ്പണിംഗ് ടു ദ എക്സ്റ്റേണൽ എൻവറോൺമെന്റ്. ഓറലി നമ്മൾ ഫുഡ് കഴിക്കുന്നു, ഏനസ് വഴി ആ വേസ്റ്റ് നമ്മൾ പുറത്തോട്ട് കളയുന്നു. ഓക്കെ, only through the process of absorption do the nutrients in food enter into and nourish the body's inner space. നമ്മൾ ഓറലി കഴിക്കുന്ന ആഹാരങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് അബ്സോർഷൻ നടന്ന് മെറ്റബോളിസം നടന്നാണ് നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ അലിമെന്ററി കനാലിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ല എങ്കിൽ അപ്പോഴെപ്പോഴും തന്നെ ജസ്റ്റ് ബാക്കിലോട്ട് എടുക്കുക. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ ലെങ്തി ആണ്. അപ്പം അപ്പം ബാക്കി കേൾക്കുന്നവർക്ക് ബോറടിക്കും, അതുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇഫ് യു ഹാവ് എ ഡൗട്ട് ജസ്റ്റ് ഗോ ഫോർ സ്റ്റാർട്ട്, go to video back you go, just take back and watch again. Okay, accessory organs. Next we will study what is meant by accessory organs or accessory structure. Each accessory digestive organ aids in the ബ്രേക്ക് ഡൗൺ ഓഫ് ദ ഫുഡ്. എന്തിനാണ് ആക്സസറി ഓർഗൻസ്? നമ്മൾ കഴിക്കുന്ന ആഹാരം മെക്കാനിക്കലി ഡൈജസ്റ്റ് ചെയ്യുക, അതായത് അതിന് എന്ത് ചെയ്യുക, അരച്ചുടച്ച് ചെറുതാക്കുക. ഓക്കെ, അങ്ങനെ ജസ്റ്റ് സ്മോളർ മോളിക്യൂളാക്കി മാറ്റുക. അതിനുശേഷം അതിനകത്ത് കെമിക്കൽ ഡൈജഷൻ നടക്കുക. നമ്മുടെ സെലൈവറി ഗ്ലാൻഡ്സും മറ്റ് സെക്രീഷൻസും ഒക്കെ വന്നിട്ട് ഇതിനകത്ത് ചില കെമിക്കൽസ് ഒക്കെ മിക്സ് ചെയ്ത് എന്ത് ചെയ്യുക, അതിന് കെമിക്കൽ ഡൈജഷൻ നടത്തുക. ഇതിനു വേണ്ടി സഹായിക്കുന്ന ഓർഗൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആക്സസറി ഓർഗൻസ് എന്ന് പറയുന്നത്. വിത്തിൻ ദ മൗത്ത് ആൻഡ് ടങ് ബിഗിൻസ് മെക്കാനിക്കൽ ഡൈജഷൻ. നമ്മൾ ആഹാരം വായിക്കകത്ത് വയ്ക്കുമ്പോൾ, മൗത്തിനുള്ളിൽ വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഫുഡിന് നമ്മൾ ചവച്ചരച്ച് ടങ്കും മൗത്ത് ടീത്തും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചവച്ചരയ്ക്കുന്നു. അത് മെക്കാനിക്കൽ ഡൈജഷൻ. വേറെ സലൈവറി ഗ്ലാൻഡ്സ്, നമ്മുടെ വായ്ക്കുള്ളിൽ തന്നെ സലൈവറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്ന ഗ്ലാൻഡ്സുകളുണ്ട്. അത് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സലൈവ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കെമിക്കൽ കമ്പോസിഷൻ അല്ലെ, കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് ഈ ഫുഡുമായിട്ട് മിക്സ് ചെയ്ത് ഇറ്റ് സ്റ്റാർട്ട്സ് കെമിക്കൽ ഡൈജഷൻ. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, കെമിക്കൽ ഡൈജഷനും സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഫുഡ് അവിടെ നിന്ന് സ്റ്റൊമക്കിലോട്ടും അവിടെ നിന്ന് സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ടും ഗാൽ ബ്ലാഡറിന്റെ അവിടെ നിന്നും ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നുള്ള സെക്രീഷൻസുമായിട്ട് അടുത്ത സ്റ്റേജസിൽ മിക്സ് ചെയ്ത് സെയിം ദിസ് ഡൈജഷൻ വിൽ കണ്ടിന്യൂ. ഓക്കെ, ഡൈജഷൻ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ഡൈജഷൻ അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് ആ ഡൈജഷനെ സഹായിക്കുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, ആക്സസറി ഓർഗൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡിനുള്ളിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നു. വി ആർ ഗെറ്റിംഗ് നറിഷ്മെന്റ്. അങ്ങനെ നമുക്ക് ന്യൂട്രിയൻസ് കിട്ടുന്നു. ഇതാണ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ഓർഗൻസ്. ഇനി നമ്മൾ അനാട്ടമിയിൽ പഠിക്കാൻ പോകുന്നത് what are the digestive organs. Okay, what are the different digestive organs? This is two photos, just you can see. This is anatomy and this is physiology. ഇത് ഈ ഒരു അനാട്ടമിയുടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെ ഓർഗൻസ് ഉണ്ട്. മൗത്ത് ഉണ്ട്, ടങ് ഉണ്ട്, സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട്. അത് കഴിയുമ്പോൾ നിങ്ങൾ ഫാരിങ്സിലോട്ട് വരുന്നു, അത് കഴിഞ്ഞ് ഈസോഫാഗസിലോട്ട് വരുന്നു, അത് കഴിഞ്ഞ് ഫുഡ് സ്റ്റൊമക്കിലോട്ട് വരുന്നു. സ്റ്റൊമക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, സ്മോൾ ഇൻഡസ്റ്റൈനിലോട്ട് പോകുന്നു, സ്മോൾ ഇൻഡസ്റ്റൈനിൽ ലാർജ് ഇൻഡസ്റ്റൈനിലോട്ടും പോകുന്നു, അതിനുശേഷം ഇൻഡസ്റ്റൈനിലോട്ട് ഏനസിലോട്ട് പോകുന്നു. ഇതിനിടയിൽ നമ്മുടെ ലിവർ, ഗാൽ ബ്ലാഡർ, പാൻക്രിയാസ് ഇതുപോലുള്ള ഓർഗൻസ് നമ്മുടെ ഡൈജഷനെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ഇത്രയും ഓർഗൻസിനെ കുറിച്ച് നമ്മൾ സ്ട്രക്ചർ പഠിക്കുന്നത് അനാട്ടമിയിൽ. ഇനി ഇവിടെ മൗത്തിൽ ഡൈജഷന് സഹായിക്കാൻ വേണ്ടി സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മൾ സലൈവ പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുന്നത് ഫിസിയോളജിയിൽ. നെക്സ്റ്റ് സ്റ്റൊമക്കിൽ ഗാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതും ഫിസിയോളജിയിൽ. അടുത്ത പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതും ഫിസിയോളജി. ലിവറിൽ നിന്ന് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഗാൽ ബ്ലാഡറിൽ നിന്നും ബൈൽ റിലീസ് ചെയ്യുന്നു, അതും ഫിസിയോളജി.
അടുത്ത് ഇൻഡസ്റ്റൈനൽ ജ്യൂസ്, അത് നമ്മൾ ഫിസിയോളജി. ഇതെല്ലാം പിന്നെ ഇതിൻ്റെ കൂടെയുള്ള ഫുഡിന്റെ മൂവ്മെന്റ്, ഇതെല്ലാം നമ്മൾ ഫിസിയോളജിയിലാണ് പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? അപ്പൊ അനാട്ടമിയും ഫിസിയോളജിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയി കാണും. ക്ലിയർ ആയില്ലെങ്കിൽ സാരമില്ല, നമുക്ക് അടുത്ത ഓരോ ഓർഗൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഫസ്റ്റ് അനാട്ടമിക്കൽ ഓർഗൻ, നമ്മുടെ അനാട്ടമിയുടെ ഫസ്റ്റ് ഓർഗൻ പഠിക്കുക. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഫസ്റ്റ് ഓർഗൻ ആണ് ഓറൽ ക്യാവിറ്റി. ഓക്കെ, ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട്സ് ഫ്രം ഓറൽ ക്യാവിറ്റി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകും. കാരണം നമ്മുടെ എസ്സേ, നമ്മുടെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ദ മൗത്ത് ഓർ ഓറൽ ക്യാവിറ്റി is the first part of digestive tube. Okay, one word question. Digestive tube in the first part ഏത്? That is mouth or oral cavity. It is divided into mouth proper and vestibule. അതായത് ഈ മൗത്ത് ഓറൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ അതിനെ തന്നെ നമുക്ക് 2 സെക്ഷനായിട്ട് തിരിക്കാം. ഒന്ന് മൗത്ത് പ്രോപ്പർ, യഥാർത്ഥത്തിലുള്ള നമ്മുടെ മൗത്തും, പിന്നെ വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞിട്ട് തിരിക്കുക. അതായത് വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ് തുറക്കുമ്പോൾ നമുക്കൊരു ഓപ്പണിംഗ് സ്പേസ് കാണുന്നുണ്ടല്ലേ ലിപ്പിന്റെ അവിടെ, അതിനെയാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. സെയിം അതുപോലെ തന്നെ വെസ്റ്റിബ്യൂൾ എവിടെയും കാണുന്നുണ്ട്. നമ്മുടെ ഓറൽ ക്യാവിറ്റിയുടെ അവസാനത്തെ പോർഷൻ നമ്മുടെ ഫാരിങ്സിലോട്ട് ഓപ്പൺ ചെയ്ത ഭാഗമുണ്ട്, അവിടെയും ഒരു സ്ലിറ്റ് സ്പേസ് കാണുന്നുണ്ട്, അതിനെയും വെസ്റ്റിബ്യൂൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓറൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് mouth proper and a vestibule. Vestibule means it is a slit like space between the lips and cheek externally. Okay, നമ്മുടെ കവിളുകൾക്കിടയിലും ഈ ഒരു ലിപ്സിനിടയിലായിട്ട് കാണുന്ന ഈ ഒരു സ്പേസ്, അതിനെയാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് എക്സ്റ്റേണലി ത്രൂ ദ ഓറൽ ഫിഷർ. നമ്മുടെ ഏറ്റവും പുറമെ നമ്മുടെ എവിടം മുതൽ എവിടം വരെയാണ് വെസ്റ്റിബ്യൂൾ വരുന്നത്? നമ്മുടെ ഈ ഓറൽ ലിപ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് മുതൽ പിന്നെ നമ്മുടെ ബാക്ക്, നമ്മുടെ മൗത്തിന്റെ ഓറൽ ക്യാവിറ്റി തീരുന്ന ഭാഗത്തും മൗത്ത് നമ്മുടെ ത്രോട്ടുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഭാഗത്തും അതിനിടയിലുള്ള ഈ സ്പേസിനാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. ദ പരോട്ടിഡ് ഡക്ട് ഓപ്പൺസ് ഇൻ ടു ദ വെസ്റ്റിബ്യൂൾ. നമ്മുടെ പരോട്ടിഡ് ഗ്ലാൻഡും പരോട്ടിഡ് ഡക്റ്റും ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഈ പരോട്ടിഡ് ഡക്റ്റ് എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്? ഈ വെസ്റ്റിബ്യൂളിനുള്ളിലോട്ടാണ്, അല്ലെങ്കിൽ ചീക്കിന്റെ സർഫസിനുള്ളിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ചിലപ്പോൾ അതൊരു വേർഡ് ക്വസ്റ്റ്യൻ ആണ്. പരോട്ടിഡ് ഡക്ട് ഓപ്പൺസ് ഇൻ ടു ദ inner surface of the cheek opposite the crown of upper second molar tooth. അതായത് നമ്മൾ പല്ലുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും, മോളാർസ്, പ്രീമോളാർസ്, നമ്മൾ അതെല്ലാം ഇന്ന് പഠിക്കും. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇവിടെ കേട്ടിരിക്കുക. പല്ലുകളിൽ മോളാർ, സെക്കൻഡ് മോളാറിന്റെ ക്രൗൺ, സെക്കൻഡ് മോളാറിന്റെ മുകൾ ഭാഗം, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചീക്കിനടുത്തായിട്ടാണ് ആര് ഓപ്പൺ ആകുന്നത്? പരോട്ടിഡ് ഡക്ട്, പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഡക്ട് ഓപ്പൺ ആകുന്നത്. ന്യൂമറസ് മ്യൂക്കസ് ഗ്ലാൻസ്, അതായത് ബക്കൽ ഗ്ലാൻസ് ഉണ്ട്, ലെബിയൽ ഗ്ലാൻസ് ഉണ്ട് അല്ലെ, നമ്മുടെ കവിളിലുള്ള ഗ്ലാൻസുകൾ ഉണ്ട്, പിന്നെ ലിപ്സിന്റെ ഗ്ലാൻസ് ഉണ്ട് അല്ലെ, ഇതെല്ലാം ഇങ്ങനെയുള്ള പല മ്യൂക്കസ് ഗ്ലാൻസ് ഉണ്ട്. ഈ മ്യൂക്കസ് ആണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വായിക്കകത്ത് എപ്പോഴും ഒരു നനവ് തരുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഈ വെസ്റ്റിബ്യൂളിനുള്ളിലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. വെസ്റ്റിബ്യൂൾ ഈസ് ലൈൻഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ and the lining epithelium of which is stratified squamous non-keratinizing. ഓക്കെ, നമ്മുടെ മൗത്തിനുള്ളിലുള്ള ഈ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത്, നമ്മുടെ കവിളൊക്കെ എന്തുകൊണ്ടാണ് വരഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? മ്യൂക്കസ് മെംബ്രെയിൻ കാണപ്പെടുന്നു അല്ലെ. ഇറ്റ്സ് ലൈൻഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. അതിനുള്ളിൽ ഒരു തരത്തിലുള്ള ടിഷ്യൂ ഉണ്ട്, ഒരു എപ്പിത്തീലിയം ഉണ്ട്. ഏത് തരം എപ്പിത്തീലിയം ആണ് നമ്മുടെ മൗത്തിനുള്ളിൽ കാണുന്നത്? സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. ഇറ്റ് ഈസ് നോൺ കെരറ്റനൈസിങ്, അതായത് ഡ്രൈ ആകാതെ കറുത്തുണങ്ങാത്ത നോൺ കെരറ്റനൈസിങ് ആയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ്. അപ്പൊ നമ്മുടെ ടിഷ്യൂവിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ പഠിച്ചവരാണെങ്കിൽ ഈ സ്ക്വാമസും സിമ്പിളും സ്ട്രാറ്റിഫൈഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത്, കോളംനാർ, അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പം ജസ്റ്റ് ഇതൊരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. ഓറൽ ക്യാവിറ്റിയുടെ മ്യൂക്കസ് മെംബ്രെയിൻ ഈസ് ലൈൻഡ് വിത്ത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് നോൺ കെരറ്റനൈസിങ്, അതായത് അവിടെ കെരറ്റനൈസിങ് അല്ലാത്ത തരത്തിലുള്ള ടിഷ്യൂ ആണ്. അല്ലെങ്കിൽ കെരറ്റനൈസിങ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്ടറി ആയിട്ട് നമ്മുടെ വായ്ക്കകം ഇത്ര മോയ്സ്ചർഡ് ആയിട്ട് നിൽക്കത്തില്ലായിരുന്നു. ഓക്കെ, അതാണ് ഓറൽ ക്യാവിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ. ഇനി ഓറൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു പാർട്ടാണ് ലിപ്പ് അല്ലെ. നമ്മുടെ ഒത്തു തുടങ്ങുന്നത് ലിപ്പിൽ നിന്നാണ് അല്ലെ. ലിപ്സിന്റെ മറ്റൊരു പേരെന്താണ്? ലെബിയ എന്നാണ് പറയുന്നത്. എന്താണ്? ലെബിയ. ലിപ്സ് ആർ ഫ്ലഷി ഫോൾഡ്സ് ലൈൻഡ് എക്സ്റ്റേണലി ബൈ സ്കിൻ ആൻഡ് ഇന്റേണലി ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. ലിപ്സ് എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പേര് ലെബിയ എന്നാണ്.
ഒപ്പം തന്നെ അത് ഒരു മസിൽസിന്റെ ഒരു ഫോൾഡിംഗ് ആണ്. അതാണ് എന്ന് പറയുന്നത് ലിപ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണലി അതിന് പുറമെ നമുക്കറിയാമല്ലേ, ചുണ്ടിന്റെ ഏറ്റവും പുറമെ നമുക്ക് നല്ല നോർമൽ സ്കിന്നും ഇൻസൈഡ് മ്യൂക്കസ് മെംബ്രെയിനുമാണ് ലിപ്സിന്റെ അകത്ത് കാണുന്നത് അല്ലെ. ഈച്ച് ലിപ്പ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്കിൻ, സൂപ്പർഫിഷ്യൽ ഫേഷ്യ, ഓർബിക്കുലാരിസ് ഓറിസ് മസിൽ, സബ്മ്യൂക്കസൽ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. ഓക്കെ, ഓരോ ലിപ്സും എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? സ്കിന്നുണ്ട്, സൂപ്പർഫിഷ്യൽ ഫേഷ്യ ഉണ്ട്, ഓർബിക്കുലാരിസ് ഓറിസ് മസിൽ. ഓക്കെ, ഓർബിക്കുലാരിസ് ഓറിസ് മസിൽ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ സബ്മ്യൂക്കസ് മ്യൂക്കസ് മെംബ്രെയിനും കാണപ്പെടുന്നു. ഇത്രയും ചേരുന്നതാണ് ലിപ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ചീക്ക്? ചീക്സ് അനദർ നെയിം ഈസ് ബക്കെ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ബക്കെ എന്നാണ് അറിയപ്പെടുന്നത്. ദിസ് ഓൾസോ ഫ്ലഷി ഫ്ലാപ്സൊലി. ഓക്കെ, നമ്മുടെ കവിളുകൾ. ഓക്കെ, ചീക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലഷി ഫ്ലാപ്സ് ഫോമിങ് എ ലാർജ് പാർട്ട് ഓഫ് ഈച്ച് സൈഡ് ഓഫ് ദ ഫേസ്. നമ്മുടെ മുഖത്തിന്റെ രണ്ട് സൈഡും ഓക്കെ വലുതായിട്ട്, ലിപ്സിനേക്കാളും വലുതായിട്ട് വലിയൊരു പാർട്ടാണ് ഈ കവിളുകൾ അല്ലെങ്കിൽ ചീക്ക് എന്ന് പറയുന്നത്. ദ ചീക്സ് ആർ കമ്പോസ്. ചീക്ക് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സ്കിന്നുണ്ട്, ഒപ്പം ബക്കിനേറ്റർ മസിൽസ്. ഓക്കെ, നമ്മുടെ ലിപ്സ് ഓർബിക്കുലാരിസ് ഓറിസ് മസിൽ ആണെങ്കിൽ നമ്മുടെ ചീക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്ത് മസിലാണ്? ബക്കിനേറ്റർ മസിൽ എന്നാണ്. ഓക്കെ, ഇറ്റ്സ് കമ്പോസ്ഡ് ഓഫ് സ്കിൻ, ബക്കിനേറ്റർ മസിൽ, പരോട്ടിഡ് ഡക്ട്, വെസൽ ആൻഡ് നെർവ്സ്, മ്യൂക്കസ് ഗ്ലാൻഡ്സ് ആൻഡ് മ്യൂക്കസ. ഇതെല്ലാം കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ കവിള് അല്ലെങ്കിൽ ചീക്ക്. ബക്കിനേറ്റർ മസിൽ, parotid duct, vessel, nerves, mucus glands and mucosa. In infants, a well-developed buccal pad of fat lies on the buccinator. കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ, ജനിച്ചു വീണ കുഞ്ഞു കുട്ടികളാകുമ്പോൾ അവരുടെ കവിളെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബിഗ് വൺ. ഓക്കെ, നമ്മുടെ മറ്റ് അഡൾട്ടിനും ടീനേജിനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ കവിളെന്ന് പറയുന്നത് ചീക്ക എന്ന് പറയുന്നത് ഇച്ചിരി കൂടി തിക്കായിരിക്കും അല്ലെ. അവിടെ ഇത്തിരി പാഡ് ഓഫ് ഫാറ്റ് കൂടുതലാണ് ബക്കിനേറ്ററിൽ അല്ലെങ്കിൽ ബക്കിനേറ്റർ മസിലിൽ. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അഡൾട്ട് ആകുമ്പോൾ അത് ചേഞ്ച് ആയി നമുക്ക് കവിളൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓറൽ ക്യാവിറ്റി, ലിപ്സ്, ചീക്ക് ഇത്രയും നമ്മൾ പറഞ്ഞു. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓറൽ ക്യാവിറ്റി വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഈസി നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള പിക്ചറാണ്. അല്ലാതെ ഇങ്ങനെയുള്ള പിക്ചർ വരയ്ക്കാൻ നിങ്ങൾ ഭയങ്കര പാടായിരിക്കും, കഷ്ടപ്പാടായിരിക്കും. ഓറൽ ക്യാവിറ്റി വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള പിക്ചർ തന്നെ വരയ്ക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇവിടെ പല്ലുകൾ നിങ്ങൾക്ക് അടയാളപ്പെടുത്താം, ഇവിടെ ലിപ്സ് അടയാളപ്പെടുത്താം, ഇവിടെ ടങ് അടയാളപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് അപ്പർ ലിപ്പ് ഇവിടെ ഉണ്ട്, ഇത് ലോവർ ലിപ്പ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പർ ലിപ്പും ലോവർ ലിപ്പും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് എന്താണ്? ഇവിടെ നമ്മുടെ അപ്പർ ടീത്ത് ഉണ്ട്, ലോവർ ടീത്ത് ഉണ്ട്. ഓക്കെ, ഇവിടെ ലോവർ ടീത്ത്, ഇവിടെ ടങ് ഉണ്ട്. ടങ്ങിനെ നമ്മുടെ ലോവർ ടീത്തിന്റെ ഈ ഒരു ലോവർ ഗമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫോൾഡിങ് ഇവിടെ ഉണ്ട്. അതിന് നമ്മൾ ഫ്രെനുലം എന്നാണ് പറയുന്നത്. ഫ്രെനുലം എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രെനുലം ടങ്ങിന്റെ അടിയിലായിട്ട്, ടങ്കിനടിയിൽ സബ്ലിംഗ്വലായിട്ട് ടങ്കിനടിയിലായിട്ട് ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഫോൾഡിങ് ഇറ്റ് അറ്റാച്ച് ടു ദ ഗം ദാറ്റ് ഈസ് നോൺ ആസ് ഫ്രെനുലം. ഫ്രെനുലം എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഈ ഒരു നമ്മുടെ റൂഫ്, നമ്മുടെ ഓറൽ ക്യാവിറ്റിയുടെ ഈ റൂഫിനെ നമ്മൾ പാലേറ്റ് എന്നാണ് പറയുന്നത്. അതിൽ ഫ്രണ്ട് പാർട്ടാവുമ്പോൾ ഇവിടെ ഹാർഡാണ്, അതിനെ ഹാർഡ് പാലേറ്റ് എന്നും, ഇതിൻ്റെ ബാക്ക് സൈഡിന് നമ്മൾ സോഫ്റ്റ് ആണ്, അതിന് സോഫ്റ്റ് പാലേറ്റ് എന്നും. അതെല്ലാം എഴുതുക. അതാണ് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന ഭാഗമാണ്. വെസ്റ്റിബ്യൂൾ എന്താണ്? നമ്മുടെ അപ്പർ ലിപ്പ് എവിടെയാണ്, ലോവർ ലിപ്പ് എവിടെയാണ്, ഗംസ് എവിടെയാണ്, ടീത്ത് എവിടെയാണ്, ടങ് എവിടെയാണ്. ടങ്ങിന്റെ അടിയിലുള്ള ഈ ഒരു ഫോൾഡിങ്ങിന് ഫ്രെനുലം എന്ന് പറയുന്നു. പിന്നെ ഹാർഡ് പെലേറ്റും സോഫ്റ്റ് പെലേറ്റും. ഹാർഡ് പെലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഫ്രണ്ടിലുള്ള നമ്മൾ വായിക്കകത്ത് കൈവച്ച് തൊട്ട് നോക്കിയാൽ തന്നെയാണ് മുകളിൽ ഏറ്റവും ഹാർഡ് പാർട്ടായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഹാർഡായിട്ട് തോന്നുന്ന ഈ പാട്ടിനെ ഹാർഡ് പെലേറ്റ് എന്നും, അതിന് പിന്നിലോട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാട്ടിനെ സോഫ്റ്റ് പെലേറ്റ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ എത്രയും നിങ്ങൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഓറൽ ക്യാവിറ്റിയുടെ പിക്ചറായി. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് റെഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യാം. പക്ഷെ അതെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും, അതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല. അടുത്ത് നമ്മൾ ഓരോ പാട്ടുകളായിട്ട് പഠിക്കുമ്പോൾ അതവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, പിക്ചർ നിങ്ങൾ തന്നെ സ്വയം വരച്ച് പഠിക്കണം. അതെനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഓറൽ ക്യാവിറ്റിയുടെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ പോകാം. ഓറൽ ക്യാവിറ്റിയുടെ ബൗണ്ടറീസ്.
ഓറൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ എന്ത്, താഴെ എന്ത്, സൈഡിൽ എന്ത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ബൗണ്ടറീസ്: ആന്റിറോലാറ്ററലി ബൈ ടീത്ത്, ഗം, ആൽവിയോലർ ആർച്ചസ് ഓഫ് ജോ. അതായത് ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് മുകളിലും താഴെയും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ആന്റീരിയോ ലാറ്ററലി ഫ്രണ്ടിലും സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? ഇവിടെ ടീത്ത് കാണുന്നുണ്ട്, ഗം കാണുന്നുണ്ട്, ആൽവിയോലർ ആർച്ചസ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ടീത്ത് കാണുന്നുണ്ട്, ഗംസ് കാണുന്നുണ്ട്, പിന്നെ അതിന്റെ ആർച്ചസും ആൽവിയോലർ ആർച്ചസും ആണ് അതിന്റെ ആ ഒരു ബേസ്മെന്റ്. ആൽവിയോലർ ആർച്ചസും ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതിന്റെ റൂഫ്, ഓറൽ ക്യാവിറ്റിയുടെ റൂഫ് എന്ന് പറയുമ്പോൾ റൂഫ് ഈസ് മെയ്ഡ് ബൈ ഹാർഡ് ആൻഡ് സോഫ്റ്റ് പാലേറ്റ്. നമ്മുടെ ഹാർഡ് പാലേറ്റും സോഫ്റ്റ് പാലേറ്റും വേണം ഓറൽ ക്യാവിറ്റിയുടെ മുകൾ ഭാഗത്ത് അല്ലെങ്കിൽ റൂഫായിട്ട് കാണപ്പെടുന്നത്. ഇനി ഫ്ലോർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മൗത്തിന്റെ ലോവർ പാർട്ട്, ഫ്ലോർ എന്നറിയപ്പെടുന്നത് ടങ്കും പിന്നെ സബ് ലിംഗ്വൽ റീജിയൻ. ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ ടങ്ക് തന്നെയാണ് അർത്ഥം. സബ് ലിംഗ്വൽ എന്ന് പറഞ്ഞാൽ അണ്ടർ ദ ടങ്ക് എന്നർത്ഥം. ഓക്കെ, ടങ്കും അണ്ടർ ദ ടങ്ക് റീജിയൻ, സബ് ലിംഗ്വൽ റീജിയനുമാണ് നമ്മുടെ മൗത്തിന്റെ ഫ്ലോർ എന്ന് പറയുന്നത്. ഇനി ഓറൽ ക്യാവിറ്റിയുടെ പോസ്റ്റീരിയർലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഫാരിങ്സ്. നമ്മുടെ ഓറൽ ക്യാവിറ്റി കഴിഞ്ഞാൽ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഫാരിങ്സ് ആണ്. ആ ഒരു ഫാരിങ്സുമായിട്ടാണ് നമ്മുടെ ഓറൽ ക്യാവിറ്റി അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് ബൗണ്ടറീസ്. ഓക്കെ, ഓറൽ ക്യാവിറ്റിയുടെ എല്ലാ സൈഡും, ആന്റീരിയർ സൈഡും ലാറ്ററൽ സൈഡും എന്താണ് കാണുന്നത്? ടീത്തും ഗമ്മും ആൽവിയോലർ ആർച്ചസുമാണ് കാണപ്പെടുന്നത്. ഇനി മൗത്തിന്റെ റൂഫ് എന്ന് പറയുന്നത് ഹാർഡ് പെലേറ്റും സോഫ്റ്റ് പെലേറ്റുമാണ്. ആൻഡ് മൗത്തിന്റെ ഫ്ലോർ എന്ന് പറയുന്നത് ടങ്കും സബ്ലിംഗ്വൽ റീജിയനുമാണ്. ഇനി മൗത്തിന്റെ പോസ്റ്റീരിയർ സൈഡ് എന്ന് പറയുന്നത് ഫാരിങ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ 4 പാർട്ടും എന്താണെന്ന് മനസ്സിലായി. ഇനി ഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഗംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗംസ് ആർ ദ സോഫ്റ്റ് ടിഷ്യൂസ് വിച്ച് കവർ ദ ആൽവിയോലാർ പ്രോസസ് ഓഫ് ദ അപ്പർ ആൻഡ് ലോവർ ജോസ്. അതായത് നമ്മുടെ മുകളിലും നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പർ ജോയും ലോവർ ജോയും എന്ന് പറഞ്ഞിട്ട് അവിടെ ബോണി പ്രോമിനൻസ് ഉണ്ട്, ആൽവിയോലാർ ആർച്ചസ് ഉണ്ട്. അതിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ബോണിനകത്ത് കവർ ചെയ്ത് കാണപ്പെടുന്ന മസിൽസ്, സോഫ്റ്റ് മസിൽസ്, അതിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന സോഫ്റ്റ് ടിഷ്യൂസ്, അതിനെയാണ് ഗം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പിങ്ക് സ്ട്രക്ചർ ഒന്നും കൂടെ ഒന്ന് മായ്ച്ചിട്ട് കാണിക്കാം. അതായത് പല്ലുകൾ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗത്ത് ഈ കാണുന്ന പിങ്ക് സ്ട്രക്ചർ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് fibrous tissue, dense fibrous tissue and covered by stratified squamous epithelium. Gums are the soft tissues. അത് വളരെ സോഫ്റ്റ് ടിഷ്യൂസ് ആണ്. നമ്മുടെ ബോണിന്റെ അല്ലെങ്കിൽ അപ്പർ ജോയുടെ ലോവർ ജോയുടെ ബോണി പാർട്ടിന്റെ ആൽവിയോലർ പ്രോസസ്സിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന സോഫ്റ്റ് ടിഷ്യൂസ്, അതിനെയാണ് നമ്മൾ ഗംസ് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആ സോഫ്റ്റ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ അത് എന്ത് തരം ടിഷ്യൂസ് ആണ്? ഡെൻസ് ഫൈബ്രസ് ടിഷ്യൂസും കൊണ്ട് നിർമ്മിച്ചിട്ട് അതിന്റെ പുറമെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം കൊണ്ട് കവർ ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഗംസിന്റെ മുകളിൽ എന്തുണ്ട്? ടീത്ത് ഉണ്ട്, അല്ലെ, പല്ലുകളുണ്ട്. അതാണ് ഓറൽ ക്യാവിറ്റിക്കകത്ത് വരുന്ന അടുത്ത പാർട്ട്. ഓറൽ ആൻഡ് പാരാ ഓറൽ ടിഷ്യൂസ് കംപ്രൈസ് ഓഫ് ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ, 3 pairs of major and innumerable minor salivary glands, jaw bones bearing deciduous permanent sets of dentitions. അതായത് നമ്മുടെ പല്ലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പലതരത്തിലുള്ള പല്ലുകളുണ്ട്, പല പേരുകളിലുള്ള പല്ലുകളുണ്ട്, പല ടൈപ്പ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കും. എന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ടീത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് അപ്രോക്സിമേറ്റ്ലി 20% ഓഫ് സർഫസ് ഏരിയ ഓഫ് മൗത്ത്. നമ്മുടെ വായ്ക്കകത്ത് ഓറൽ ക്യാവിറ്റിയുടെ 20% സ്പേസും കവർ ചെയ്യുന്നത് ആരാണ്? പല്ലുകൾ ആണ്. അതിപ്പോൾ നമുക്ക് പെർമനന്റ് ടീത്തും ഉണ്ട്, ടെമ്പററി ടീത്തും ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ടെമ്പററി അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അവ കഴിഞ്ഞ് നമുക്ക് പെർമനന്റ് ടീത്ത് വരുന്നു, പിന്നെ അത് മാറുന്നില്ല. ഒക്കെ നശിച്ചു പോയാൽ പിന്നെ നമുക്കത് പുതിയ പല്ലുകൾ തരുന്നില്ല. അത് നമുക്ക് ടീത്തിനെ കുറിച്ച് വിശദീകരിച്ച് അടുത്ത് പഠിക്കാം. ഓക്കെ, പല്ലിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ടീത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ടീത്ത്. നമ്മുടെ ഗമ്മിൽ, നമ്മുടെ
നമ്മുടെ പല്ലിന്, നമ്മുടെ ഗംസിൽ, നമ്മുടെ ആൽവിയോലർ പ്രോസസ്സിൻ്റെ അകത്ത് ഗംസ് കവർ ചെയ്ത് അതിനുള്ളിൽ എങ്ങനെയാണ് പല്ല് നിൽക്കുന്നത്, പല്ലിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീത്ത് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താ, ഇതിലുള്ള ഏതെങ്കിലും ഒരു പാർട്ട് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ടീത്ത് ആർ കമ്പോസ്ഡ് ഓഫ് ഫോളോയിങ് ടിഷ്യൂ. ടീത്തിനകത്ത് എന്തൊക്കെ പാർട്ടുകൾ വരുന്നുണ്ട്? ഫസ്റ്റ് വൺ ഇനാമൽ. ഓക്കെ, എന്താണ് ഇനാമൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് ടിഷ്യൂ. ഇറ്റ്സ് 1 വേർഡ് ക്വസ്റ്റ്യൻ. ഹാർഡസ്റ്റ് ടിഷ്യൂ ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ ശരീരത്തിൽ ഏത് എല്ലിനേക്കാളും എന്തിനേക്കാളും മറ്റേത് പാർട്ടിനേക്കാളും ഹാർഡസ്റ്റ് ആയിട്ടുള്ള കട്ടിയുള്ള പാർട്ടാണ് ഇനാമൽ എന്ന് പറയുന്നത്. നമ്മുടെ പല്ലിന്റെ ഏറ്റവും, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പിക്ചറിൽ കാണാൻ പറ്റും. ഇനാമൽ, വെരി ഇസ് ദ ഇനാമൽ, ദിസ് വൈറ്റ് പാർട്ട്. നമ്മുടെ പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള ഈ വൈറ്റ് പാർട്ടിനെയാണ് എന്ത് പറയുന്നത്? ഇനാമൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഹാർഡസ്റ്റ് ടിഷ്യൂ ഇൻ ദ ബോഡി, കവറിങ് ദ ക്രൗൺ ഓഫ് ദ ടൂത്ത്. പല്ലിന്റെ ക്രൗൺ എന്ന് പറയുന്നത്, പല്ലിന്റെ തന്നെ 3 റീജിയനായിട്ട് തിരിച്ചാൽ ക്രൗൺ, നെക്ക്, റൂട്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഈ ക്രൗൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള പാർട്ടാണ്. ഇതിന്റെ ഈ ജോയിനിങ് പ്ലേസിന്റെ നെക്ക് എന്ന് പറയുന്നു. നമുക്ക് കാണാൻ പറ്റാതെ ഉള്ളിലോട്ട് നിൽക്കുന്ന ഈ പാർട്ടിനെ റൂട്ട് എന്നും പറയുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ക്രൗൺ പാർട്ടിനെ കവർ ചെയ്ത് കാണപ്പെടുന്നതാണ് ഇനാമൽ എന്ന് പറയുന്നത്. ക്രൗണിനെ കവർ ചെയ്ത് കാണുന്നതാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്രൗണിനെ കവർ ചെയ്ത് കാണുന്ന ഈ ഒരു വൈറ്റ് പാർട്ട്, ഇതിന് എന്ത് പറയുന്നു? ഇനാമൽ എന്ന് പറയുന്നു. ക്ലിയർ? ഇറ്റ്സ് എ ഹാർഡസ്റ്റ് ടിഷ്യൂ ഇൻ എ ഹ്യൂമൻ ബോഡി കവറിങ് ദ ക്രൗൺ ഓഫ് ദ ടൂത്ത്. ടൂത്തിന്റെ ഇത് മൊത്തത്തിലാണ് ടൂത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പല്ലെന്ന് പറയുന്നത്. അതിൽ 3 റീജിയൻ ഉണ്ട്: ക്രൗൺ, നെക്ക്, റൂട്ട്. ഇതിൽ ക്രൗണിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഈ ഒരു വൈറ്റ് പാർട്ട്, ഇതിനെ എന്ത് പറയുന്നു? ഇനാമൽ എന്ന് പറയുന്നു. ഓക്കെ, ഇനാമൽ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഇനേർട്ട്, cellular and formed by ectoderm. ഓക്കെ, നമ്മുടെ പല്ല് എക്ടോഡേം കൊണ്ട് നിർമ്മിച്ച് കാണപ്പെടുന്ന സെല്ലുലാർ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇനാമൽ എന്ന് പറയുന്നത്, പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള പാർട്ട്. ഓക്കെ, ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. ഇനി അടുത്ത ഡെന്റിൻ. എന്താണ്? അടുത്ത പാർട്ടാണ് ഡെന്റിൻ. പല്ലിന്റെ അടുത്ത പാർട്ടാണ് ഡെന്റിൻ. ഡെന്റിൻ എവിടെയാണ്? ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഡെന്റിൻ എന്ന് പറയുന്നത്. ഈ ഒരു ബ്രൗൺ പോലെ കാണപ്പെടുന്ന ഈ ഒരു പാർട്ട്, അതിന് നമ്മൾ എന്ത് പറയുന്നു? ഡെന്റിൻ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ലെസ് കാൽസിഫൈഡ്. കാൽസിഫൈഡ് എന്ന് വെച്ചാൽ അവിടെ കാൽസ്യത്തിന്റെ അളവ് കുറവാണ്, അതായത് കട്ടി കുറഞ്ഞ, തിക്കായി, നമ്മുടെ ഇനാമലിനേക്കാളും കട്ടി കുറഞ്ഞ, മോർ റീസൈലന്റ് ആയിട്ടുള്ള, ഓക്കെ, കാൽസ്യം കുറഞ്ഞ, കട്ടി കുറഞ്ഞ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൈറ്റൽ ആയിട്ടുള്ള ഹാർഡ് ടിഷ്യൂ ഫോമിങ് ദ മെയിൻ ബൾക്ക് ഓഫ് ദ ടീത്ത്. നമ്മുടെ പല്ലിന്റെ പ്രധാനപ്പെട്ട പാർട്ടാണ് ഈ ഒരു ഡെന്റിൻ എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് കാൽസ്യം കുറവാണ്, ഇനാമലിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് കട്ടി കുറവാണ്. സ്റ്റിൽ ഇറ്റ് ഈസ് സ്ട്രോങ്. ഓക്കെ, നമുക്ക് എന്നാൽ പോലും അത് സ്ട്രോങ് ആണ്. എന്നാൽ പോലും പല്ലിന്റെ ഡിനാമലിനേക്കാളും കുറച്ച് കട്ടി കുറഞ്ഞ ഭാഗം, അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഡെന്റിൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പാർട്ടാണ് എന്താണ്? ഡെന്റിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ആൻഡ് സപ്പോർട്ട് ബൈ ഡെന്റൽ പൾപ്പ്. ഡെന്റൽ പൾപ്പ്, നമ്മുടെ ഈ ഒരു പൾപ്പ് ക്യാവിറ്റി ഒക്കെ ഇവിടെ കാണുന്നുണ്ട്, ഇതുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഡെന്റിൻ എന്ന് പറയുന്ന ഈ പാർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇൻ ക്രൗൺ പോർഷൻ ഇറ്റ് ഈസ് കവേർഡ് ബൈ ഇനാമൽ. ക്രൗണിന്റെ ഈ ഒരു ഭാഗമാകുമ്പോൾ നമ്മുടെ ഡെന്റിനെ കവർ ചെയ്തുകൊണ്ട് ഇനാമൽ കൊണ്ട് കവർ ചെയ്ത് കാണപ്പെടുന്നു. അല്ലാത്ത ഭാഗത്ത് ഇനാമൽ കാണുന്നില്ല. ഓക്കെ, ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഇനാമൽ ആൻഡ് ഡെന്റിൻ ഈസ് നോൺ ആസ് ഡെന്റിനോ ഇനാമൽ ജംഗ്ഷൻ. അതായത് നമ്മുടെ ഈ ഒരു ഡെന്റിൻ പോർഷനും ഇനാമലും ചേരുന്ന ഈ ഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നു? ഡെന്റിനോ ഇനാമൽ ജംഗ്ഷൻ. അതൊക്കെ ജസ്റ്റ് ഓർമ്മിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള ഇനാമൽ എന്താണ്, ഡെന്റിൻ എന്താണ്, അത്രയും മാത്രമെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക. അവ തമ്മിൽ ചേരുന്ന പോർഷൻസിനെ ഡെന്റിനോ ഇനാമൽ ജംഗ്ഷൻ എന്ന് പറയുന്നു. അത്രയും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത പാർട്ട് സിമെന്റം. മൂന്നാമത്തെ പാർട്ടാണ് സിമെന്റം എന്ന് പറയുന്നത്. സിമെന്റം. ഓക്കെ, ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. സിമെന്റം, ഈ ഒരു ഭാഗത്തിനാണ് സിമെന്റം എന്ന് പറയുന്നത്. എന്താണ് സിമെന്റം? ഇറ്റ് ഈസ് ലെസ് മിനറലൈസ്ഡ് ടിഷ്യൂ. അതെന്താണ്? അത് ലെസ് മിനറലൈസ്ഡ് ടിഷ്യൂ. അവിടെ നമ്മുടെ മിനറൽസ് അല്ലെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ അളവ് കുറവാണ്. റാഡിക്കുലർ പോർഷൻ ഓഫ് ദ
tooth. The junction between enamel and cementum is known as cemento-enamel junction. Okay, നമ്മുടെ ഇനാമലും ഇവിടെ ഈ ഒരു സിമെന്റോ ചേരുന്ന ഈ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നു സിമെന്റോ ഇനാമൽ ജംഗ്ഷൻ എന്ന് പറയുന്നു. അതായത് അവിടെ കുറച്ചുകൂടെ നമ്മുടെ ഈ ഒരു ഇനാമലിനെക്കാളും അല്ലെങ്കിൽ ഡെന്റിനെക്കാളും ഒക്കെ കുറച്ചുകൂടെ എന്താണ് നമ്മുടെ മിനറൽസ് അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ അളവ് കുറവാണ്, കുറച്ചുകൂടെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്ന ഭാഗം, അതിനാണ് സിമെന്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് പൾപ്പ്. എന്താണ് പൾപ്പ്? ഇറ്റ് ഈസ് എ സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, പൾപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പുറമേയുള്ള ഈ ഒരു ഡെന്റിനും ഈ ഒരു സിമെന്റവും ഒക്കെ കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ ഒരു പാർട്ട്, ഇതിനാണ് എന്ത് പറയുന്നത്? പൾപ്പ് എന്ന് പറയുന്നത്. പൾപ്പ് ക്യാവിറ്റി, ഈ ഒരു സ്പേസിനെ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നു. ഇതിനകത്തുള്ള വസ്തുവിനെ പൾപ്പ് എന്ന് പറയുന്നു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ടീത്തിന്റെ സെൻട്രൽ പാർട്ട് ആണ് കേട്ടോ, അതിനെയാണ് എന്ത് പറയുന്നത്? പൾപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ സെൻട്രൽ പാർട്ട് ഓഫ് ദ ടൂത്ത് എൻക്ലോസ്ഡ് ബൈ ഡെന്റിൻ. ഇതിനെ ഈ പൾപ്പിനെ കവർ ചെയ്തുകൊണ്ടാണ് എന്ത് കാണപ്പെടുന്നത്? നമ്മുടെ ഡെന്റിൻ കാണപ്പെടുന്നത്. ഇങ്ങനെ ഡെന്റിൻ കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? ഡെന്റിൻ കൊണ്ട് കവർ ചെയ്ത് കാണപ്പെടുന്നത് ഈ ഒരു സോഫ്റ്റ് ടിഷ്യൂസിനെയാണ് എന്ത് പറയുന്നത്? പൾപ്പ് അല്ലെങ്കിൽ പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. പൾപ്പ് ക്യാവിറ്റി ഇൻ ദ ക്രൗൺ പാർട്ട് ഈസ് നോൺ ആസ് പൾപ്പ് ചാമ്പർ. ഈ ക്രൗൺ പാർട്ടിലുള്ള ഈ ഒരു പൾപ്പ് ക്യാവിറ്റി നമ്മൾ എന്ത് പറയുന്നു? പൾപ്പ് ചാമ്പർ എന്നാണ് പറയുന്നത്. റൂട്ട് പോർഷനിലാകുമ്പോൾ ഇങ്ങോട്ടുള്ള ഈ ഒരു ഭാഗമാകുമ്പോൾ ഒന്നുകൂടി ഒന്നും കാണിച്ചു തരാം. ഈ ഒരു ക്രൗൺ പോർഷനിലുള്ള ഇത്രയും ഭാഗത്ത് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 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 വരുന്നുണ്ട് പൾപ്പ് ക്യാവിറ്റി. അതിൽ ഈ ഒരു ക്രൗണിന്റെ പോർഷനുള്ള ഇത്രയും ഭാഗത്തിന് നമ്മൾ പൾപ്പ് ചാമ്പർ എന്നും, ഇങ്ങനെ ഈ താഴോട്ട് വരുന്ന രണ്ട് കാലുകൾ പോലെ വരുന്ന ഈ ഒരു ഭാഗത്തിന് നമ്മൾ പൾപ്പ് കനാൽ അല്ലെങ്കിൽ റൂട്ട് കനാൽ എന്നാണ് പറയുന്നത്. പൾപ്പ് കനാൽ അല്ലെങ്കിൽ റൂട്ട് കനാൽ എന്നാണ് ഈ ജസ്റ്റ് താഴോട്ട് വരുന്ന ഈ കാലുകൾ പോലുള്ള ഭാഗത്തിനെ പറയുന്നത്. ഇത്രയും ഓൾ ടുഗദർ ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞു? പൾപ്പ് എന്ന് പറയുന്നു. ഇനാമൽ പറഞ്ഞു, ഡെന്റിൻ പറഞ്ഞു, സിമെന്റൻ പറഞ്ഞു, പിന്നെ പൾപ്പ് പറഞ്ഞു. ഒക്കെ പൾപ്പിനകത്ത് പൾപ്പ് ചാമ്പറും പൾപ്പ് കനാലും. ഇനി അടുത്തതാണ് പെരിയോഡോണ്ടിയം. എന്താണ് പെരിയോഡോണ്ടിയം? അടുത്തത് പാർട്ടാണ് പെരിയോഡോണ്ടിയം. The tissues including periodontal ligament. This is the periodontal ligament. Okay, ഇങ്ങനെ വരുന്ന ligament, periodontal ligament. പിന്നെ സിമെന്റം, പിന്നെ നമ്മുടെ ഇവിടെ വരുന്ന സിമെന്റം. alveolar bone. ഈ ഒരു ബോൺ, ഈ ഇതാണ് alveolar bone എന്ന് പറയുന്നത് കേട്ടോ. alveolar bone ഇതെല്ലാം ചേർത്ത് വരുന്ന ഭാഗത്തിന് എന്ത് പറയുന്നു? പെരിയോഡോണ്ടിയം എന്നാണ് പറയുന്നത്. പെരിയോഡോണ്ടിയം എന്നാണ് പറയുന്നത്. വിച്ച് സപ്പോർട്ട് ടീത്ത് ഇൻ ജോസ് ആർ കളക്റ്റീവ്ലി നോൺ ആസ് പെരിയോഡോണ്ടിയം. നമ്മുടെ ഈ പല്ലിനെ ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചർ, പല്ലിനെ ഇവിടെ ബലപ്പെടുത്തി നിർത്തുന്ന ഈ സ്ട്രക്ചർ, അതിനെയാണ് പെരിയോഡോണ്ടിയം എന്ന് പറയുന്നത്. ആ പല്ലിനെ ബലപ്പെടുത്താൻ അവിടെ എന്തൊക്കെയുണ്ട്? ഒരു ബോണുണ്ട്, ആൽവിയോലർ ബോണുണ്ട്, അതിന് പിന്നെ നമ്മുടെ പെരിയോഡോണ്ടൽ ലിഗമെന്റ് ഉണ്ട്, പിന്നെ ഇതിനുള്ളിൽ ജസ്റ്റ് സിമെന്റം എന്നുള്ള ചെറിയൊരു ഗ്യാപ്പ്, ഒരു സിമെന്റം എന്നുള്ളൊരു സബ്സ്റ്റൻസും കാണുന്നത്. ഇതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് പെരിയോഡോണ്ടിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന ലിഗമെന്റിനെ പെരിയോഡോണ്ടിയൽ ലിഗമെന്റ് എന്ന് പറയുന്നു. അവിടുത്തെ ബോണ് ആൽവിയോലർ ബോണാണ്, പിന്നെ നമ്മുടെ സിമെന്റവും വരുന്നു. ഇത് മൂന്നും കൂടി ചേർത്തിട്ടാണ് പെരിയോഡോണ്ടിയം ഈ പല്ലിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുന്നത്. ക്ലിയർ? അപ്പൊ പല്ലിന്റെ ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് പഠിച്ചു. ഇനാമൽ പഠിച്ചു, ഡെന്റിൻ പഠിച്ചു, സിമെന്റം പഠിച്ചു, പൾപ്പ് പഠിച്ചു, പെരിയോഡോണ്ടിയം പഠിച്ചു. ഇനി പല്ലിന്റെ പ്രത്യേകത. അപ്പൊ അത്രയും പാർട്സുകളാണ്. ഇനി നമ്മുടെ പല്ലിന്റെ അറേഞ്ച്മെന്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നോർമലി കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അറ്റ് ബർത്ത് നോ ടീത്ത് ആർ വിസിബിൾ ഇൻ ദ ഓറൽ ക്യാവിറ്റി. പല്ലിനകത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ പല്ല് ഇല്ല. പക്ഷേ കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് അതായത് ഒരു ഏകദേശം ഒരു 5-6 മാസം ആകുമ്പോൾ ഓരോരോ പല്ലുകളായിട്ട് പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആ പല്ലുകളെ നമ്മൾ ആദ്യം കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന പല്ലിനെ നമ്മൾ പറയുന്നതാണ് പ്രൈമറി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് പറയും. പ്രൈമറി ഡെസിഡുവസ് മിൽക്ക് ഡെന്റീഷൻ എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അത് എത്ര പല്ലുകൾ ഉണ്ടാകാറുണ്ട്? അത് ചിലപ്പോൾ ചോദിക്കാം. പ്രൈമറി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ സെക്കൻഡറി ടീത്ത് തമ്മിലുള്ള ഡിഫറൻസ്. പ്രൈമറി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് കണ്ടെയ്ൻ 20 ടീത്ത്സ്. ടോട്ടലി 20 പല്ലുകളാണുള്ളത്. 10 വെച്ച് 10 അപ്പർ ജോയിലും
10 ലോവർ ജോയിൽ, മുകളിൽ 10ഉം താഴെ 10ഉം, അങ്ങനെ 10 പല്ലുകളാണ് വരാറുള്ളത്. ഏകദേശം 6 മാസം കഴിയുമ്പോഴാണ് പല്ല് ഓരോന്നായിട്ട് വന്നു തുടങ്ങുന്നത്. എന്നിട്ട് ഓരോന്നായിട്ട് തുടർന്ന് ഏകദേശം 20 പല്ലാകുമ്പോൾ 2.5 വയസ്സ് മുതൽ 3 വയസ്സിനകത്ത് വെച്ച് 20 പല്ല് വന്ന് കംപ്ലീറ്റ് ആകും. ക്ലിയർ ആയി? ഇനി അതിനുശേഷം ഈ മിൽക്ക് ടീത്തിലുള്ള പല്ലുകൾ ഓരോന്നായിട്ട് കൊഴിഞ്ഞു പോയി എന്ത് ചെയ്യുന്നു? ഏകദേശം ഒരു 6 വയസ്സ് കഴിയുമ്പോൾ ഓരോ പല്ലുകളായിട്ട് കൊഴിഞ്ഞു പോയിട്ട് പുതിയ പല്ലുകൾ വന്നു തുടങ്ങും. അങ്ങനെ പുതിയ പല്ല് വരുന്നതിനെയാണ് പുതിയ പല്ലുകൾ വന്ന് നമുക്കൊരു ഏകദേശം ഒരു 10-15 വയസ്സിനകത്ത് വെച്ച് നമുക്ക് കംപ്ലീറ്റ് പല്ലുകളും വന്നു കഴിഞ്ഞ് 32 പല്ലുകൾ പെർമനന്റ് ആയിട്ടുള്ള 32 പല്ലുകളായി മാറുന്നു. ഓക്കെ, അതിനെയാണ് പെർമനന്റ് ടീത്ത് അല്ലെങ്കിൽ സെക്കൻഡറി ടീത്ത് അല്ലെങ്കിൽ സക്സിഡേനിയസ് ടീത്ത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് വരുന്നത് ഡെസിഡുവസ് ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പ്രൈമറി ടീത്ത് എന്ന് പറയുന്നു. ആ 20 പല്ലുകൾ വന്ന് അവ കൊഴിഞ്ഞ് പുതുതായിട്ട് പെർമനന്റ് ടീത്തായി 32 പല്ലായിട്ട് മാറുന്നതിനെയാണ് സെക്കൻഡറി ടീത്ത് അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത് അല്ലെങ്കിൽ സക്സിഡേനിയസ് ഡെന്റീഷൻ എന്ന് പറയുന്നത്. ആ ഒരു പുതിയ പല്ലുകൾ വരാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? 6ാമത്തെ വയസ്സ് മുതലാണ് ഓരോ പല്ലുകളായിട്ട് കൊഴിഞ്ഞ് പുതിയ പല്ലുകൾ വന്നു തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ടീത്ത് അറേഞ്ച്മെന്റ്സിനെ അല്ലെങ്കിൽ ഡെന്റീഷനെ എന്ത് പറയുന്നു? 3 തരത്തിലുള്ള ഡെന്റീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ 6 മാസം കഴിയുമ്പോൾ മുതൽ 6 വയസ്സ് വരെയുള്ള പല്ലിന്റെ അറേഞ്ച്മെന്റ്സ്. അവിടെ എന്ത് വരുന്നു? 1 പല്ല് തുടങ്ങി 2 പല്ല് വന്ന് 3 പല്ലായി 5 പല്ലായി 6 പല്ലായി അങ്ങനെ 20 പല്ലാകുന്നത് വരെ അതിന് നമ്മൾ പ്രൈമറി ഡെന്റീഷൻ അല്ലെങ്കിൽ സ്റ്റേജ് ഓഫ് പ്രൈമറി ഡെന്റീഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കുഞ്ഞിന്റെ 6ാമത്തെ മാസം മുതൽ 6 വയസ്സ് വരെയുള്ള പല്ല്, അതിന്റെ സ്റ്റേജ് ഓഫ് പ്രൈമറി ഡെന്റീഷൻ എന്ന് പറയുന്നു. അതിനുശേഷം ഈ പ്രൈമറി ഡെന്റീഷനിലുള്ള 6 വയസ്സ് കഴിയുന്ന മുതൽ 13 വയസ്സിന്റെ ഉള്ളിൽ വരെയുള്ള പല്ല്, അതിനെയാണ് മിക്സ്ഡ് ഡെന്റീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രൈമറി ടീത്തിലുള്ള പല്ലുകളും കാണും, പെർമനന്റ് ടീത്തിലുള്ള പല്ലുകളും പോയി പുതുതായിട്ട് വന്ന പല്ലുകളും കൂടെ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ്സ്, അതിനെയാണ് മിക്സ്ഡ് ഡെന്റീഷൻ എന്ന് പറയുന്നത്. ഇനി 13 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് പെർമനന്റ് ടീത്തുകൾ മാത്രമാണ് കാണപ്പെടുന്നത്. നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് കാണപ്പെടുന്ന പെർമനന്റ് ടീത്ത്, അതിന്റെ സ്റ്റേജ് ഓഫ് പെർമനന്റ് ഡെന്റീഷൻ എന്ന് പറയുന്നു. 13 വയസ്സിന് ശേഷമുള്ള നമ്മുടെ പെർമനന്റ് ടീത്ത് മാത്രമായിട്ട് കാണപ്പെടുന്ന പല്ല്, അതിനെ പെർമനന്റ് ഡെന്റീഷൻ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, 2 തരത്തിലുള്ള ഡെന്റീഷനാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മിൽക്ക് ഡെന്റീഷൻ അല്ലെങ്കിൽ പ്രൈമറി ഡെന്റീഷൻ, രണ്ടാമത്തത് സെക്കൻഡറി ഡെന്റീഷൻ അല്ലെങ്കിൽ പെർമനന്റ് ഡെന്റീഷൻ എന്ന് പറയുന്നത്. പക്ഷെ അത് അറേഞ്ച് ചെയ്യുന്ന രീതി, അതായത് ടക്കനെ നമുക്ക് മിൽക്ക് ടീത്ത് വരുന്നു, അത് പോകുന്നു, അടുത്ത് വീണ്ടും പെർമനന്റ് ടീത്ത് വരുന്നു, അങ്ങനെയല്ല. 6 മാസം കഴിയുമ്പോൾ ഓരോ പല്ലുകളായിട്ട് വരുന്നു. 6 വയസ്സിനുള്ളിൽ അത് 20 പല്ലുകളായി മാറുന്നു, അത് പ്രൈമറി ഡെന്റീഷൻ. 6 വയസ്സിനും 13 വയസ്സിനും ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു? ഈ ഒരു മിൽക്ക് ടീത്തിലുള്ള പല്ലുകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയി പുതിയ പല്ലുകൾ പെർമനന്റ് ടീത്തുകളിലോട്ട് വരുന്നു. അപ്പൊ ആ ഒരു മിക്സഡ് ടൈം, അതാണ് മിക്സ്ഡ് ഡെന്റീഷൻ എന്ന് പറയുന്നത്. 13 വയസ്സ് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എല്ലാം പെർമനന്റ് ടീത്തുകളായി മാറുന്നു, 32 പല്ലുകളാകുന്നു, അതിനെ പെർമനന്റ് ഡെന്റീഷൻ എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ? അപ്പൊ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അനാട്ടമിയുടെ ഓറൽ ക്യാവിറ്റിയാണ് പഠിക്കുന്നത്. ഓറൽ ക്യാവിറ്റിയിൽ ഓരോ ഓർഗൻസ് അതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ടങ്കും ടീത്തും. അപ്പൊ അതിൽ ടീത്തിനെ കുറിച്ചാണ് നമ്മൾ ടീത്തിന്റെ സ്ട്രക്ചർ പഠിച്ചു, അതിന്റെ അറേഞ്ച്മെന്റ്സിനെ കുറിച്ചും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് ടീത്ത് ആണ്. നമ്മുടെ വായുടെ പല്ലിന്റെ അറേഞ്ച്മെന്റ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഏറ്റവും ഇത് നമ്മുടെ മിൽക്ക് ടീത്താണ്, നമ്മുടെ 20 പല്ലുള്ള മിൽക്ക് ടീത്തിന്റെ അറേഞ്ച്മെന്റ് ആണ്. ഇത് പെർമനന്റ് ടീത്തിന്റെ സെക്കൻഡറി ടീത്ത് അല്ലെങ്കിൽ പെർമനന്റ് ടീത്തിന്റെ അറേഞ്ച്മെന്റ്സ് ആണ്. ഇവിടെ മിൽക്ക് ടീത്ത് എന്ന് പറയുമ്പോൾ അപ്പർ ജോയിൽ 10 പല്ലുകളുണ്ട്. 1 2 3 4 5 6 7 8 9 10. അപ്പർ ജോയിൽ 10 പല്ലുകൾ, ലോവർ ജോയിൽ 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഇത് നമ്മൾ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തെങ്കിൽ രണ്ടും സെയിം ആണ്. 5 ഈ 5 പല്ലുകളും ഈ 5 പല്ലുകളും ഈ 5 പല്ലുകളും ഈ 5 പല്ലുകളും സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ പേരുകളും സെയിം ആണ്. റൈറ്റും ലെഫ്റ്റും എന്നുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, പേരുകളും സെയിം ആണ്. നമുക്ക് അതേതാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ പല്ല് നോക്കുക, ഈ സെന്റർ കാണുന്ന ഈ 2 പല്ലുകളും എന്താണ്? അതായത് റൈറ്റും ലെഫ്റ്റും ഈ കാണുന്ന പല്ലുകളെ സെൻട്രൽ ഇൻസിസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സെൻട്രൽ ഇൻസിസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവ കഴിഞ്ഞാൽ ഈ സെൻട്രൽ ഇൻസിസേഴ്സ് കഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റും ഓരോ പല്ലുകളും കാണപ്പെടുന്നു. അതിനെ ലാറ്ററൽ ഇൻസിസേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? സെൻട്രൽ ഇൻസിസേഴ്സ്, അത് കഴിഞ്ഞ് കാണുന്നതിനെ ലാറ്ററൽ ഇൻസിസേഴ്സ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കാണപ്പെടുന്നതാണ് കസ്പിഡ്സ് എന്ന് പറയുന്നു.
പിന്നെ അടുത്തുള്ള ഡെസിഡുവസ് എന്ന് പറയുന്നു, അതായത് മോളാർ എന്നാണ്, മോളാർ പല്ലുകളാണ് കേട്ടോ, ഇത് മോളാർ എന്നാണ് പറയുന്നത്. ഡെസിഡുവസ്, മോളാർ, ഫസ്റ്റ് മോളാർ, സെക്കൻഡ് മോളാർ, അങ്ങനെ വരും. ഈ സെയിം തന്നെ അടുത്ത് താഴെയും വരുന്നു, അല്ലെങ്കിൽ ഇതിനെ കനൈൻസ്, കസ്പിഡ്സ് അല്ലെങ്കിൽ കനൈൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, കനൈൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻസിസേഴ്സ്, ലാറ്ററൽ ഇൻസിസേഴ്സ്, സെൻട്രൽ ഇൻസിസേഴ്സ്, ലാറ്ററൽ ഇൻസിസേഴ്സ്, കനൈൻസ്, പിന്നെ മോളാർസ്. ഇത് തന്നെ ലോവറും അപ്പറും വരുന്നു. സെയിം അത് തന്നെയാണ് നമ്മുടെ പെർമനന്റ് ടീത്തിന്റെ അറേഞ്ച്മെന്റ്സ്. പക്ഷേ ഇവിടെ നമ്മുടെ സെൻട്രൽ ഇൻസിസേഴ്സ്, ലാറ്ററൽ ഇൻസിസേഴ്സ്, കനൈൻസ്, പിന്നെ പ്രീമോളാർസ് 2 എണ്ണം വരുന്നു, പിന്നെ മോളാർസ് 3 എണ്ണം വരുന്നു. അത്രയാണ് വ്യത്യാസം. 3 മോളാർസ് ഉണ്ട് ഇവിടെ, 2 നമ്മുടെ ഒരു സൈഡിനാണ് പറയുന്നത് കേട്ടോ, 2 സൈഡും ഇതുപോലെ 3 മോളാർസ് ഉണ്ട്, 2 പ്രീമോളാർസ് ഉണ്ട്, ഒരു കസ്പിഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ലാറ്ററൽ ഇൻസിസർ വരുന്നുണ്ട്, ഒരു സെൻട്രൽ ഇൻസിസർ. ഇങ്ങനെ ഇവിടെ എന്ത് വരുന്നുണ്ട്, എത്ര പല്ല്? 1 2 3 4 5 6 7 8 പല്ല്. അങ്ങനെ ഇവിടെ 8, ഇവിടെ 8, വീണ്ടും ഇവിടെ 8, ഇവിടെ 8, അങ്ങനെ 32, 8 × 4 32 ടീത്ത് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പല്ലിന്റെ അറേഞ്ച്മെന്റ്സ്. ചിലപ്പോൾ സെൻട്രലിലുള്ള പല്ല് ഏതാണ്, അതിന്റെ സൈഡിലുള്ള പല്ല് ഏതാണ് എന്ന് ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് നോക്കാം. The teeth are arranged in 2 dental arch. മെയിൻ ആയിട്ട് പല്ലുകൾ മുകളിൽ ഒരു ആർച്ചും താഴെ ഒരു ആർച്ചായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലുള്ള എന്ത് പറയും നമ്മൾ? മാക്സിലറി അല്ലെങ്കിൽ അപ്പർ ആർച്ച് എന്ന് പറയുന്നു. താഴെയുള്ളതിനെ മാൻഡിബുലാർ അല്ലെങ്കിൽ ലോവർ ആർച്ച്. അവിടുത്തെ ബോണാണ് മാക്സിലറി ബോണും മാൻഡിബുലാർ ബോൺ എന്ന് പറയുന്നത്, മാൻഡിബിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് ആർച്ചിനെ അപ്പർ ആർച്ചിനെ മാക്സിലറി ആർച്ച് എന്നും ലോവർ ആർച്ചിനെ മാൻഡിബുലാർ ആർച്ച് എന്നും പറയുന്നു. The arrangement of teeth is symmetrical in right and left halves of each arch. 2 സൈഡിലും, റൈറ്റ് സൈഡിലായാലും ലെഫ്റ്റ് സൈഡിലായാലും അപ്പർ ആയാലും ലോവർ ആയാലും എല്ലാം അത് ഒരേ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വരുന്നത്. അതിലെ പല്ലുകളെ പലതരത്തിൽ, സെൻട്രൽ കാണുന്ന പല്ലുകളെ ഇൻസിസേഴ്സ് എന്നും, അതിന്റെ സൈഡിൽ കൂർത്തു വരുന്ന ഷാർപ്പായിട്ടുള്ള പല്ല് കനൈൻ എന്നും, അത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി വലിയ പല്ല് കാണുന്നതിനെ പ്രീമോളാർസ് എന്നും, ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന വലിയ പല്ലുകളെ മോളാർസ് എന്നുമാണ് പേര് പറയുന്നത്. ഇനി ഇൻസിസേഴ്സിന്റെ പ്രത്യേകത 2 എണ്ണം ഇതാണ്. ഓരോ ജോയിലും സെൻട്രലായിട്ട് കാണപ്പെടുന്നത് ഫ്ലാറ്റ് ആണ്. കട്ടിങ് എഡ്ജ്, നമുക്ക് എന്തെങ്കിലും കടിച്ചു മുറിക്കാൻ കട്ടിങ് എഡ്ജ് ആയിട്ട് കാണുന്ന ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള പല്ലുകളെയാണ് സെൻട്രൽ കാണപ്പെടുന്ന ഇൻസിസേഴ്സ്. അത് കഴിഞ്ഞാൽ കാണപ്പെടുന്നത് കനൈൻസ് എന്നാണ് അറിയപ്പെടുന്നത്. 1 in each കോർണർ, ഓരോ പല്ലുകൾ വീതം ഓരോ ക്വാഡ്രൻസിലും ഉണ്ട്. റൈറ്റും ലെഫ്റ്റും അപ്പറും ലോവറും റൈറ്റും ലെഫ്റ്റും ഓരോന്ന് വീതം കാണപ്പെടുന്നു. അതിനെ കസ്പിഡ്സ് എന്നും അറിയപ്പെടുന്നു. സ്ട്രോങ് ആണ്, സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള ഷാർപ്പായിട്ട് കൂർത്ത് കാണുന്ന പല്ല്, അതിനാണ് കനൈൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അത് കഴിഞ്ഞാൽ വീതിയുള്ള പല്ല്, അതായത് ഡെസിഡുവസ് മോളാർസ് റീപ്ലേസ് ചെയ്ത് വരുന്ന വീതിയുള്ള, കുറച്ചുകൂടി ഇച്ചിരി വീതിയുള്ള പല്ല്, അതിന് ബൈകസ്പിഡ്സ് അല്ലെങ്കിൽ പ്രീമോളാർസ് എന്നാണ് പറയുന്നത്. നമുക്ക് ചവച്ചരയ്ക്കാൻ പൊതുവെ ഗ്രൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന പ്രീമോളാർസ്. അത് കഴിഞ്ഞ് അതിനും പിന്നിലായിട്ട് കാണപ്പെടുന്ന മോളാർസ് എന്ന് പറയുന്നത് നല്ല വീതിയുള്ള പെർമനന്റ് 3 പെർമനന്റ് ടീത്ത്, ഓരോ സൈഡിലും അപ്പറും ലോവറും 3 പെർമനന്റ് നല്ല വീതിയുള്ള പല്ലുകൾ. ഓക്കെ, നല്ല ലാർജ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള പല്ലുകൾ, അതിനെയാണ് ഇത് പറയുന്നത് പല്ലിന്റെ ഏറ്റവും പിന്നിൽ കാണപ്പെടുന്നത്, അതിന് മോളാർസ് എന്ന് പറയുന്നു. ഇത്രയും ടൈപ്പ് പല്ലുകളാണ് നമുക്ക് ഉള്ളത്. ഫ്രണ്ടിൽ നടുകിൽ കാണപ്പെടുന്നത് ഇൻസിസേഴ്സ്, അത് കഴിഞ്ഞ് അതിന്റെ സൈഡുകളിലായിട്ട് കൂർത്തു വരുന്ന ഓരോ പല്ലുകൾ കനൈൻസ്, അത് കഴിഞ്ഞാൽ അതിന് ഉള്ളിലോട്ട് വീതിയുള്ള പല്ല് പ്രീമോളാർസ്, അതിനും ഏറ്റവും ബാക്കിലായിട്ട് കാണപ്പെടുന്നത് മോളാർസ്. ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ടീത്ത് വരുന്നത്. ഓക്കെ, ഇനി നമുക്കറിയേണ്ടത് ടീത്തിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ. ഓരോ ഭാഗവും അനാട്ടമി പഠിക്കുമ്പോൾ നമ്മൾ അതിലോട്ടുള്ള ബ്ലഡ് സപ്ലൈയും അതിലോട്ടുള്ള വെയിൻ സപ്ലൈയും ലിം സപ്ലൈയും നെർവ് സപ്ലൈയും നമ്മൾ എഴുതണം. ഓക്കെ, അറിഞ്ഞിരിക്കണം. അപ്പൊ പല്ലിലോട്ട് ബ്ലഡ് കൊടുക്കുന്നത് മാക്സിലറി ആർട്ടറിയാണ്. ബ്രാഞ്ചസ് ഓഫ് മാക്സിലറി ആർട്ടറി സപ്ലൈ ബ്ലഡ് ടു അപ്പർ ആൻഡ് ലോവർ സെറ്റ്സ് ഓഫ് ദ ടീത്ത്. അതുപോലെ തന്നെ അതിലുള്ള വെയിനുകൾ ജോയിൻ ചെയ്ത് ടെറിഗോയിഡ് വീനസ് പ്ലക്സസ് എന്നുള്ള ഒരു വെയിനിലൂടെയാണ്, ടെറിഗോയിഡ് വീനസ് പ്ലക്സസ് എന്നുള്ള വെയിൻ വഴിയാണ് അതിലുള്ള ബ്ലഡ് തിരിച്ച് വെയിൻ വഴി സപ്ലൈ ചെയ്യുന്നത്. പിന്നെ ലിംഫ് എന്ന് പറയുമ്പോൾ ലിംഫ് വെസൽസ് ഡ്രെയിൻ മെയിൻലി ഇൻറ്റു സബ് മാൻഡിബുലാർ നോഡ്സ്. നമ്മുടെ നോഡ്സ് ഒക്കെ പഠിക്കും, മാൻഡിബിൾസിന്റെ അവിടെയുള്ള നോഡുകളൊക്കെ, ലിംഫാറ്റിക് ബ്ലഡ് സപ്ലൈയും ലിംഫാറ്റിക് നോഡുകളെ കുറിച്ച് നമ്മൾ പഠിക്കും. ജസ്റ്റ് ഇപ്പോൾ ഓർത്തിരിക്കുക, പല്ലിൽ നിന്നുള്ള ലിംഫ് വെസൽസ് എങ്ങോട്ടാണ് ഒഴുകുന്നത്? സബ് മാൻഡിബുലാർ നോഡുകളിലോട്ടാണ് ഒഴുകുന്നത്.
ഇനി നെർവ്സിനെ കുറിച്ച് ചോദിച്ചാൽ പല്ലിലോട്ട് ഏത് നെർവാണ്? മാക്സിലറി നെർവ്. നമ്മുടെ മാക്സിലറി ആർട്ടറി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ നെർവ് മാക്സിലറി നെർവാണ്, സപ്ലൈഡ് ബൈ മാക്സിലറി നെർവും. പിന്നെ നമ്മുടെ ആൽവിയോലാർ ഇൻഫീരിയർ ആൽവിയോലാർ നെർവും പിന്നെ മാൻഡിബുലാർ നെർവും, ലോവർ ജോയിൽ മാൻഡിബുലാർ നെർവ്. നമ്മൾ ഇത്രയൊന്നും വിശദീകരിച്ച് നിങ്ങൾ എഴുതിയില്ലെങ്കിലും മാക്സിലറി നെർവും മാൻഡിബുലാർ നെർവുമാണ് ടീത്തിൽ സപ്ലൈ ചെയ്യുന്നത്, അത്രയും മാത്രം എഴുതുക. അടുത്ത ആർട്ടറി വരുമ്പോൾ ബ്രാഞ്ചസ് ഓഫ് മാക്സിലറി ആർട്ടറി. പിന്നെ വെയിൻ വരുമ്പോൾ ടെറിഗോയിഡ് വീനസ് പ്ലക്സസ് ആണ് അവിടുത്തെ വെയിന്. പിന്നെ നമ്മുടെ ലിംഫ് വരുമ്പോൾ സബ് മാൻഡിബുലാർ നോഡിലോടാണ് അവിടുത്തെ ലിംഫ് ഡ്രെയിൻ ചെയ്യുന്നത്. ജസ്റ്റ് അതിന്റെ പേരുകളെങ്കിലും ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആർട്ടറി, വെയിൻ, ലിംഫ്, നെർവ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടീത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഡീറ്റെയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓരോ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക്, 2 മാർക്ക്, 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഏത് ഇതിലെ ടീത്ത് വേണമെങ്കിലും, ടൈപ്സ് ഓഫ് ടീത്ത് വേണമെങ്കിലും, ടൈപ്സ് ഓഫ് ഡെന്റീഷൻ വേണമെങ്കിലും, അതുപോലെ പാർട്സ് ഓഫ് ദ ടീത്ത് വേണമെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ക്യാവിറ്റി എന്ന് മാത്രമായിട്ടും 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ടീത്ത്. അത് ഞാൻ ജസ്റ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു, ഫിസിയോളജിയിൽ വരുന്നതാണ്. ചിലപ്പോൾ അനാട്ടമിയിൽ ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ അറിയണം. പല്ലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഹെൽപ്സ് ഇൻ മാസ്റ്റിഗേഷൻ, അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ കട്ട് ചെയ്ത് ടിയർ ചെയ്യാനും, കട്ട് ചെയ്യാനും കീറാനും, ടിയർ ചെയ്യാനും ചോപ്പ് ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും ഒക്കെ നമ്മുടെ പല്ല് സഹായിക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് സംസാരിക്കാനും, ആർട്ടിക്കുലേഷൻ ആൻഡ് സ്പീച്ച്, നമ്മൾ സംസാരിക്കാനും നമുക്ക് സഹായിക്കുന്നു, പല്ല് സഹായിക്കുന്നു. അതുപോലെ ഇറ്റ് ഗീവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ബ്യൂട്ടി ടു ദ ഫേസ്. നമ്മുടെ ഫേസിന് കറക്റ്റ് ഒരു ഷേപ്പും ഒരു ഭംഗിയും തരുന്നതിൽ, നമ്മുടെ ഫേസിന്റെ ഹൈറ്റ്, നമ്മുടെ ഒരു മുഖത്തിന്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ നമ്മുടെ പല്ല് സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ജോയ്ക്കും ഒക്കെ എന്ത് സഹായിക്കുന്നു? അതും പല്ലിനെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാമാണ് എന്ത് നമ്മുടെ പല്ലിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ടീത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത്രയുമാണുള്ളത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ട പലേറ്റ് ആണ്. പലേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്കിനും 2 മാർക്കിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്ന് നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ഓറൽ ക്യാവിറ്റി. ഓറൽ ക്യാവിറ്റി ഇൻട്രൊഡക്ഷൻ, ലിപ്സ് എന്താണ്, ചീക്ക് എന്താണ്, അതിന്റെ ടെസ്റ്റ് സ്ട്രക്ചർ, അതിന്റെ ബൗണ്ടറീസ്, ഗം എന്താണ്, ടീത്ത് എന്താണ്, ടീത്തിന്റെ പാർട്സ് ഏതൊക്കെയാണ്, പ്രൈമറി ടീത്തും സെക്കൻഡറി ടീത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഒരു 3 തരത്തിലുള്ള ഡെന്റിഷൻ, പ്രൈമറി ഡെന്റിഷൻ, മിക്സ്ഡ് ഡെന്റിഷൻ, പെർമനന്റ് ഡെന്റിഷൻ, അതിന്റെ സമയം എന്താണെന്ന്, ഏതൊക്കെ സമയത്താണ് അത് കാണുന്നതെന്ന് പറഞ്ഞു, ഏതൊക്കെ ടൈപ്പ് പല്ലുകളാണ് നമുക്ക് ഉള്ളതെന്നും അതിന്റെ പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ആർട്ടറി ഏതാണ്, വെയിൻ ഏതാണ്, ലിംഫ് ഏതാണ്, നെർവ്സ് ഏതാണെന്നുള്ളത് പറഞ്ഞു. പിന്നെ പല്ലുകളുടെ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബാക്കിയുള്ള പോർഷൻസ് കൂടി ഒന്ന് പഠിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ, പക്ഷെ അത് നമ്മൾ വീഡിയോ വീണ്ടും ലെങ്തി ആയി പോകും. നിങ്ങൾ ഈ ഒരു ട്രാക്കിലോട്ട് എത്താൻ വേണ്ടിയാണ് വളരെ സ്ലോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നന്നായിട്ട് കേട്ട് പഠിക്കുക. ഓരോരോ ടോപ്പിക്സ് വെച്ച് ഓരോ ദിവസം പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ കമൻസ് സജഷൻസ് എഴുതുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.